പങ്കുവെക്കാൻ പോവുകയാണ്. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഇന്നത്തെ ദൂത് ഇത്രയേ ഉള്ളൂ. നമ്മെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. ആമേൻ, ആമേൻ. ആ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, നമ്മെ ഷെയ്പ്പാക്കി മാറ്റുന്നത്, നമ്മെ ദൈവ പദ്ധതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൻ്റെ പിൻപിലെ വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമാണ്. ഹല്ലേലൂയ. അനേകരുടെ ജീവിതം ഡിസോർഡറാണ്. അനേകരുടെ ജീവിതം ഡിസോർഡറാണ്. എന്നാൽ ആ ഡിസോർഡറായ ജീവിതത്തെ ഓർഡറാക്കുന്നതിൻ്റെ നടുവിലുള്ള കാര്യമാണ് ഡിസിഷൻ. ആമേൻ, ഹല്ലേലൂയ. ക്രമമില്ലാത്ത ജീവിതത്തെ ക്രമമാക്കുന്നതിൻ്റെ നടുക്കുള്ള ഒരു ഭാഗമാണ് നമ്മുടെ തീരുമാനം. ഹല്ലേലൂയ. ഡിസോർഡറായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? കുടുംബത്തിനകത്ത് ഡിസോർഡർ, വ്യക്തിപരമായ ജീവിതത്തിൽ ഡിസോർഡർ, ആമേൻ, സാഹചര്യങ്ങളിലെല്ലാം ഡിസോർഡറായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടോ? ആ ഡിസോർഡർ ഒന്ന് മാറി അത് ദൈവത്തിൻ്റെ ഓർഡറിലേക്ക് എത്തണമെങ്കിൽ ഇതിൻ്റെ നടുവിലുള്ള നമ്മുടെ പാർട്ണർഷിപ്പാണ്, നമ്മുടെ പങ്കാളിത്തമാണ് ഡിസിഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ദൈവം ചലിക്കത്തില്ല. ഒരിക്കലും ദൈവമല്ല തീരുമാനമെടുക്കുന്നത്, നമ്മളാണ് തീരുമാനമെടുക്കുന്നത്. ദൈവം സർവശക്തനാണെങ്കിലും സർവവ്യാപിയാണെങ്കിലും ഞാൻ തീരുമാനമെടുക്കാത്തിടത്തോളം കാലം ദൈവത്തിന് എന്നെ ആ ശുഭകരമായ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. എന്നാൽ നാം തീരുമാനമെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആ ശുഭകരമായ സ്ഥലത്തേക്ക് നടത്താൻ ദൈവം നമ്മെ സഹായിക്കും. ഈ വചനങ്ങൾ കേൾക്കുന്നത്, ഈ പല നിലകളിലുള്ള വചനങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയാണ് നമ്മുടെ പ്രോബ്ലം അവിടെ കറക്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഈ നമ്മളൊരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുമ്പോൾ ആ വണ്ടിക്കകത്ത് എന്താണ് ഈ സ്പാനർ, അങ്ങനെയാണെന്ന് പറഞ്ഞത്, ഒരു ടൂൾ കിറ്റ് അതിനകത്തുണ്ട്. ആമേൻ. ഈ വണ്ടിക്ക് വരുന്ന ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ സ്ക്രൂ അഴിക്കാനും മുറുക്കാനും, ആമേൻ, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാനും ഒക്കെ പറ്റുന്ന ഒരു കിറ്റ് അതിനകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുണ്ട്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നേ, ഉണ്ട്. ഹല്ലേലൂയ. അത് ഫ്രീ ആയിട്ട് അതിനകത്ത് വെച്ചേക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു നട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ അതിനെ മുറുക്കാൻ വേണ്ടി പല ഉപകരണങ്ങൾ അതിനകത്തുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അടുത്തതെടുത്ത് ഉപയോഗിക്കണം. അടുത്തതെടുത്തിട്ടും അത് വലിപ്പമുള്ളതാണെങ്കിൽ അടുത്തടുത്ത് ഉപയോഗിക്കണം. കാരണം ആ കിറ്റിനകത്ത് ആ സ്ക്രൂ മുറക്കാനുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പാക്കേജ് ഈ തിരുവചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ചില കാര്യത്തിന് ഒരു ഉപകരണം എടുത്ത് ഉപയോഗിച്ചാൽ മതി, ഒരു ടൂൾസ് ഉപയോഗിച്ചാൽ മതി, വിജയിക്കും. ആ ഒരു ടൂൾസ് ആരാധനയായിരിക്കും. ആരാധിക്കുമ്പോൾ കാരാഗ്രഹം പൊളിയും. ഹല്ലേലൂയ. അവിടുത്തെ ആയുധം ആരാധനയാണ്. ആ കാരാഗ്രഹത്തെ പൊളിക്കുന്നത് ആരാധനയാണ്. യെരിഹോവിനെ ഇടിക്കുന്നത് ആർപ്പുവിളിയാണ്. ആമേൻ. ചെങ്കടലിനെ മുറയ്ക്കുന്നത് ഉറച്ചു നിൽപ്പാണ്.
യോർദാനെ മാറ്റുന്നത് വിശുദ്ധീകരണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ ഞാൻ അത്ഭുതം ചെയ്യും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ നമുക്കുണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ടൂൾസുകളും വചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ഓർഡർ ആകാത്തത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുവിനെ വേണ്ട വിധത്തിൽ അറിയാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം, എനിക്ക് നിന്നെ ആഴത്തിൽ അറിയണം. ചില വിഷയങ്ങൾ പരിഹരിക്കാത്തത് ഇന്നലത്തെ സന്ദേശത്തിന്റെ റൂട്ടായിരിക്കാം, ദൈവത്തോട് പറ്റിയിരിക്കാത്തതായിരിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നത് ചില വിഷയങ്ങൾ പരിഹരിക്കാത്തതിന്റെ കാരണം നീ ചിലയിടത്ത് എടുക്കാത്ത തീരുമാനങ്ങളാണ്. ഹല്ലേലൂയ. ഇത്തവർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ചിലർക്ക് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്, ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ചിലർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കാം, പക്ഷേ നിങ്ങൾ തീരുമാനമെടുക്കുന്നത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെയും നടുവിലായിരിക്കരുത്. ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കുമ്പോഴായിരിക്കണം നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. നിങ്ങളുടെ തീരുമാനം വചനത്തിൻ്റെ മുമ്പിലായിരിക്കണം. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അതങ്ങനെ തന്നെയാണ്. സ്തോത്രം. അതങ്ങനെ ആയിരിക്കും. ഹല്ലേലൂയ. 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 സ്തോത്രം. സാഹചര്യങ്ങളും അനുഭവങ്ങളിലും ഒക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. നിങ്ങളൊരു വചനം വായിക്കുമ്പോൾ, നിങ്ങളൊരു വചനം കാണുമ്പോൾ, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നു, 2 അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു, അത്രയും നിങ്ങൾ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ സ്വർഗം ചെയ്യും. ഹല്ലേലൂയ. 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 എത്രയോ സമയങ്ങൾ നമ്മൾ വചനം കേട്ടിട്ട് വെറുതെ ഇറങ്ങിപ്പോയി. നല്ല പ്രസംഗമാണ്, കൈയടിച്ചു, നല്ല ദൂതാണ് ബ്രദറെ, നിങ്ങൾ അതിനെ ഒന്ന് അഭിനന്ദിച്ചു. പക്ഷേ എത്ര വട്ടം നിങ്ങൾ വചനം കേട്ടിട്ട് തീരുമാനമെടുത്തു? ആമേൻ. എത്ര വട്ടം നിങ്ങൾ വചനം കേട്ടിട്ടു തീരുമാനമെടുത്തു? ഹല്ലേലൂയ. അതിനെ ബേസ് ചെയ്താണ് ആ വചനം നിങ്ങളിൽ ആക്റ്റീവ് ആകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഇന്ന് നടക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 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 സ്തോത്രം. ആമേൻ. നിങ്ങളെ ഈ ശുശ്രൂഷകൾ നടത്തുന്നതിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന, എടുത്തുകൊണ്ട് പോകുന്ന ഒരു ശിശു എന്ന നിലയിൽ നിന്നും, കൈപിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞുകുട്ടി എന്ന നിലയിൽ നിന്നും നിങ്ങളെ വിശ്വാസത്തിൻ്റെ ചുവടുകളിൽ തനിയെ നിർത്താൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. തനിയെ നടക്കണ്ടേ? ഹല്ലേലൂയ. തനിയെ നടക്കണം. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഏറ്റെടുത്താട്ടെ. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ അനുഭവത്തിന്റെ നടുവിലും സാഹചര്യത്തിന് നടുവിലും തീരുമാനമെടുത്താൽ അതിൻ നിവർത്തിക്കാൻ നിങ്ങളുടെ എഫേർട്ട് വേണം. കേൾക്കുന്നുണ്ടോ? സാഹചര്യത്തിന് നടുവിലും അനുഭവത്തിന് നടുവിലും നിങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിൽക്കാൻ ഫുൾ സ്രോതസ് നിങ്ങൾ കണ്ടെത്തണം. ഫുൾ എഫേർട്ട് നിങ്ങൾ എടുക്കണം.
ആമേൻ. എന്നാൽ നിങ്ങൾ സാഹചര്യത്തിലല്ല, അനുഭവത്തിലല്ല, വചനത്തിന് മുമ്പിലാണ് തീരുമാനമെടുക്കുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ദൂതന്മാരും പരിശുദ്ധാത്മാവും ദൈവകൃപയും നിങ്ങളോട് കൂടെ നിൽക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പോകുകയല്ല. ഇതിനകത്ത് ഓരോ വാക്കിനും 1000 പൊൻവെള്ളി നാണയത്തെക്കാളും വിലയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും ദൂതുകളല്ല, ഇതൊക്കെ റൂട്ടുകളാണ്. കേട്ടെങ്കിലും ഒരു ആമേൻ പറഞ്ഞേ. ഇതൊന്നും ദൂതുകളല്ല. ദൂതുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവചിക്കുന്ന ദൂതുകൾ. പക്ഷേ റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ അതല്ല, അത് ദൈവം സഞ്ചരിക്കുന്ന വഴിയാണ്. ദൂതുകൾ കൊണ്ട് നിങ്ങൾക്ക് പോകുവാൻ കഴിയില്ല, പക്ഷെ റൂട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് ദൂരങ്ങൾ സഞ്ചരിക്കാൻ കഴിയും. പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ നിജപുത്രനായ തിമത്യോസിനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും, അവൻ വന്ന് എൻ്റെ വഴികളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. റൂട്ട് പറഞ്ഞു തരും. ആമേൻ പറഞ്ഞാട്ടെ. റൂട്ട്. ഹല്ലേലൂയ, റൂട്ട്. അപ്പോൾ ഈ വചനം ഒരു റൂട്ടാണ്. ഞാൻ ആ സെന്റൻസ് ഒരിക്കൽ കൂടി പറയാം. ദൈവവചനം കേട്ട് നിങ്ങൾ അതിൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ നിവർത്തിയിലേക്ക് എത്തിക്കാൻ ഹെവനിൽ റിലം സജീവമാകും, ദൂതന്മാർ സജീവമാകും, പരിശുദ്ധാത്മാവ് സജീവമാകും. ആമേൻ. കൃപകൾ ജ്വലിക്കും. ആമേൻ. ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കും. അതിലേക്ക് നിന്നെ എത്തിക്കാൻ വേണ്ടി ദൂതന്മാർ ആവേശം കാണിക്കും. ഹല്ലേലൂയ. അതിലേക്ക് നിന്നെ എത്തിക്കാൻ വേണ്ടി സ്തോത്രം ബന്ധപ്പെടും. ഓ ജീസസ്. പലപ്പോഴും വചനം കേട്ടിട്ട് നിങ്ങൾ പറയുന്നു എനിക്കങ്ങനെ കഴിയുമെന്നാ. നിനക്കൊരു വചനവും നിവർത്തിക്കാൻ പറ്റത്തില്ല. കേട്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. ഈ സത്യം നിങ്ങൾ കേട്ടോണം, സത്യം നിങ്ങൾ വിശ്വസിച്ചോണം. നിനക്കൊരു വചനവും നിവർത്തിക്കാൻ പറ്റത്തില്ല. അത് അറിഞ്ഞാൽ തന്നെ ഒരു ആമേൻ പറയാലോ. സത്യമല്ലേ? പക്ഷേ നിനക്കൊരു വചനം കേട്ട് തീരുമാനമെടുക്കാം. നീ ആ തീരുമാനമെടുത്താൽ ആ വചനം നിവർത്തിക്കാനുള്ള അഭിഷേകവും ആമേൻ ശക്തിയും പരിശുദ്ധാത്മാവും കൃപയും ദൈവം തരും. അതാണ് ആമേൻ പൗലോസ് പറയുന്നത്, ഞാനാകുന്നത് കൃപയാൽ. പറഞ്ഞാട്ടെ, ഞാനാകുന്നത് കൃപയാൽ. ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്, എന്നിലുള്ള കൃപ. ഹല്ലേലൂയ. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്ര പ്രസംഗം കേട്ട് നമ്മൾ വെറുതെ പോയി അല്ലേ? എത്ര പ്രസംഗം കേട്ട് നമ്മൾ പേടിച്ചു പോയി. യേശുവിന്റെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ പ്രസംഗം അല്ലേ? ആ പ്രസംഗം ഏറ്റവും കഠിനമായ യഹൂദന്മാർക്ക് തോന്നിയ പ്രസംഗം. ആമേൻ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്റെ രക്തം എന്റെ മാംസം സാക്ഷാൽ ആമേൻ പാനീയമാണ്, ഭക്ഷണമാണ്. എന്നെ തിന്നാത്തവന് ജീവനില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഓ ഇതെത്ര കഠിന ഉപദേശം, ആർക്ക് പറ്റും ഇത് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം പുറകോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, ആ കൂട്ടത്തിൽ ഏറ്റവും ദുർബലൻ, ആ കൂട്ടത്തിൽ ഏറ്റവും പരാജിതൻ, ആ കൂട്ടത്തിൽ ഒരു കഴിവില്ലാത്ത പത്രോസ്, എല്ലാവരും പോകുമ്പോൾ യേശുവിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ഇവൻ 2 അടി വെച്ച് മുമ്പോട്ട് കയറുകയാ. എന്നിട്ട് അവൻ പറഞ്ഞു, നീ പറഞ്ഞ ഒരു വചനവും എന്നിലില്ല, നീ പറഞ്ഞ ഒരു ദൂതും എന്നെ കൊണ്ട് കഴിയത്തുമില്ല. പക്ഷെ മൈ ഡിസിഷൻ, നിത്യജീവന്റെ മൊഴികൾ
നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല. എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത? ആ ഒരു വചനമാണ് ഇന്നും പത്രോസിന്റെ ലൈഫിന്റെ തിരിച്ചു മറിച്ചത്. ആ ഒരു തീരുമാനം, പോകത്തില്ല ഞാൻ. നീ പറഞ്ഞ ഒരു വചനവും എനിക്ക് നിവർത്തിക്കാൻ പറ്റത്തില്ല. നീ പറഞ്ഞ ഒരു വചനവും നിവർത്തിക്കാൻ ശക്തിയും എനിക്കുമില്ല. പക്ഷേ no turning back, ഞാൻ പിന്തിരിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പുറകോട്ടില്ല. My decision. ആരെങ്കിലും ഉണ്ടോ? My decision, എന്റെ തീരുമാനം. ഞാൻ പറയാം, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞാൻ പോയില്ല. ആമേൻ. അവിടെയാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. കൈകൾ ഉയർത്തി ആമേൻ പറയാമോ? എനിക്ക് പരാജയം ഉണ്ടാകാം, എനിക്ക് തോൽവികൾ ഉണ്ടാകാം, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷേ നീയാണ് സത്യമെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ നിന്റെ കൂടെ തുടരാൻ തീരുമാനിച്ചിരിക്കുക. അവനെയാണ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. തീരുമാനമില്ലാത്ത ഒരു വ്യക്തിയെയും പരിശുദ്ധാത്മാവ് സഹായിക്കത്തില്ല. ആരുമില്ല. കേൾക്കുന്നുണ്ടോ? വചനം കേട്ട് ആസ്വദിക്കുന്നവരെ ഒന്നും ദൈവം സഹായിക്കത്തില്ല. കേട്ട വചനത്തിന്റെ മുമ്പിൽ ഒരു തീരുമാനത്തിലേക്ക് ആര് വരുമോ അവനെയാണ് പരിശുദ്ധാത്മാവും അഭിഷേകവും കൃപയും ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനത്തിലൂടെ ഒരു ഭയങ്കര വിടുതൽ ലഭിക്കുന്നു? നിനക്ക് കഴിയുമോ ഇല്ലയോ എന്ന ബേസിലല്ല നീ വചനം ഏറ്റെടുക്കേണ്ടത്. നീ വചനം ഏറ്റെടുക്കേണ്ടത് അത് ദൈവത്തിന്റെ വചനമാ എന്ന റൂട്ടിലാണ് എടുക്കണ്ടേ. നിനക്ക് കഴിയുന്നത് മാത്രമാണ് എടുക്കുന്നെങ്കിൽ ഇതിനകത്ത് ഏതാ നിനക്ക് കഴിയാൻ പറ്റുന്നത്? കോപിക്കരുത്, നിനക്ക് പറ്റുമോ? മോഹിക്കരുത്, നിനക്ക് പറ്റുമോ? അത് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഞാൻ തീരുമാനം എടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. എവിടെയോ ഭയങ്കര വിടുതലുകൾ ഈ വചനം നിങ്ങൾക്ക് തരും എന്നെനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ഈ കേൾവി, ഈ വചനത്തിന്റെ കേൾവി നിങ്ങളെ വെറും ഒരു പ്രസംഗം കേട്ട് ഇറക്കരുത്. മറിച്ച് ഇത് മാത്രമല്ല, എവരി ടൈം നിങ്ങൾ എപ്പോഴൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ വചനം കേൾക്കുന്നുണ്ടോ, എപ്പോഴെല്ലാം കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ടോ, അവിടെ കേൾക്കുന്ന വചനം എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അത് ദൈവത്തിൻ്റെ തിരുവായാണ് സംസാരിച്ചെങ്കിൽ നിങ്ങൾ ആ വചനത്തിന് മുമ്പിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. തീരുമാനമെടുത്തതിൻ്റെ ശേഷമാണ് ഡെഡിക്കേഷൻ. ഡിസിഷൻ, ഡെഡിക്കേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിസിഷൻ, ഡെഡിക്കേഷൻ. തീരുമാനം, സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടലുകളെ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എത്ര ഇടപെടലുകൾ നടന്നാലും ജീവിതത്തിനകത്തൊരു തീരുമാനമില്ലെങ്കിൽ അതൊരു ഓർമ്മ മാത്രമായി തീരും. അത് ഫ്രൂട്ട്ഫുള്ളായി തീരത്തില്ല. ഇപ്പം ഇന്നത്തെ ദൂത് നിങ്ങൾ മറക്കരുത്. നിങ്ങളെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് വീണ്ടും പറയാം. നിങ്ങൾ സാഹചര്യത്തിൽ തീരുമാനമെടുക്കരുത്, അനുഭവത്തിൽ തീരുമാനമെടുക്കരുത്. വചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കണം. വചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ദൂതന്മാരും പരിശുദ്ധാത്മാവും കൃപയും ഉണ്ടായിരിക്കും.
ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുമോ കഴിയത്തില്ലയോ എന്ന നിലയിലല്ല നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്യം ആദ്യം തന്നത്. ലൂക്കോസ് 24:33. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതെ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. യെരൂശലേമിൽ നടന്ന സംഭവങ്ങൾ ഇവരെ മനസ്സിനെ ഒത്തിരി തകർത്തത് കൊണ്ട് ഒരു ഒളിച്ചോട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒളിച്ചോട്ടങ്ങളുണ്ട്. കേട്ടില്ല, പറഞ്ഞില്ല. എന്താണ്? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് കീഴടങ്ങിയിരിക്കണം, ഒളിച്ചോടല്ല. കേട്ടില്ല, എന്തായിരുന്നു? ഒളിച്ചോടൽ. ഇപ്പൊ നമ്മളെപ്പോഴും ഈ ഒളിച്ചോട്ടമാണ് കീഴടങ്ങൽ എന്ന് ഓർത്തിരിക്കുന്നത്. അല്ല, മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ? ഭാര്യ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കണോ? ഇതിങ്ങനെ തന്നെ പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടല്ലോ. വേറെ ഒന്നും ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് പറയാ. ഞാനിപ്പം തിരിച്ചു പറയാം, വിശ്വാസികളല്ല പാസ്റ്റർമാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഭയങ്കര പാടാത്. സത്യമാണെങ്കിൽ അത് എപ്പോഴും പറയാൻ പറ്റുമോ? എന്നപ്പോൾ നിങ്ങൾ പറയും പാസ്റ്റർ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയും. ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യണം? ആമേൻ. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാരി വരുമ്പോൾ തന്നെ വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചിലർ എന്ത് ചെയ്യുന്നോട്ടെ, അവരിതുഴി വരുമ്പോൾ അവരിതുഴി പോകും. കേട്ടില്ല, മനസ്സിലായില്ല? കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ, മിണ്ടിയാലല്ലേ കുഴപ്പമുള്ളൂ. കാണുന്നില്ല, മിണ്ടുന്നില്ല. അപ്പോൾ എന്താണ്? നിങ്ങളുടെ അകത്ത് ആ കീഴടങ്ങൽ എന്ന് പറഞ്ഞ സ്വഭാവം നിങ്ങളുടെ അകത്ത് ഉണ്ടാകുന്നില്ല. നിങ്ങൾ കീഴടങ്ങാതെ അഹങ്കാരിയായിട്ട് ഒളിച്ചോടി നടക്കുക. മിണ്ടണ്ട, കേൾക്കുന്നേ ഇല്ലല്ലോ. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ഒളിച്ചോട്ടമല്ല. ഞാനങ്ങനെ പറഞ്ഞോണ്ടല്ലേ, ഞാൻ പറയുന്നില്ല, മിണ്ടുന്നില്ല. അതുവഴി വരുമ്പോ ഇതുവഴി അങ്ങ് പോവാ. അപ്പോൾ കീഴടങ്ങലല്ല, ഒളിച്ചോട്ടമല്ല. കീഴടങ്ങൽ എന്ന് പറഞ്ഞാൽ കീഴടങ്ങൽ, വിധേയപ്പെട്ടിരിക്കുക. യേശു 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ വന്നിട്ട് 30 വയസ്സ് വരെ ആ പാവം പിടിച്ച യോസേഫിനും ആ പാവം പിടിച്ച മറിയയ്ക്കും കീഴടങ്ങിയിരുന്നു. എൻ്റെ പൊന്നെ, ആര്? യേശു. ആ യേശു ഉണ്ടോ? കേട്ടില്ല. അത്ര വലിയ അഭിഷേകമുള്ള യേശു ഒരു ആശാരിയുടെ കീഴി പതിയെ വന്ന അപ്പാ എന്ന് പറഞ്ഞ് നിന്നു. നമ്മുടെ അകത്തങ്ങ് അഭിഷേകം വന്ന പിന്നെ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് പോലും കീഴടങ്ങത്തില്ല. ആമേൻ. അപ്പോൾ കീഴടങ്ങൽ എന്ന് പറയുന്നത്, കീഴടങ്ങൽ നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയാണ്, ഒളിച്ചോട്ടമല്ല. ഈ ജനം ഒളിച്ചോടുകയാണ്. നിങ്ങൾ പ്രതിസന്ധികളിൽ ഒളിച്ചോടരുത്. ദൈവം വരുത്തുന്നത് കാണുവാൻ സമർപ്പിതരായി ഇരിക്കണം. രാമ്യം പറയാൻ പറ്റുമോ? നിങ്ങൾ ഇന്ന് ഈ ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടോട്ട് വിടും.
അപ്പം ചട്ടിയും കലവും എല്ലാം കഴുകി ഉള്ള സിനിമയും സീരിയലെല്ലാം കണ്ട് രാത്രി 12-1:30 ആകുമ്പം കണ്ണ് മഞ്ചളിക്കുമ്പോൾ കിടന്ന് ഉറങ്ങരുത്. എന്നിട്ട് ഇവിടെ യോഗം തുടങ്ങുമ്പോൾ ഇവിടെ ഒന്ന് ഉറങ്ങരുത്. ഹല്ലേലൂയ. ഈ യോഗം കഴിഞ്ഞിട്ട് നേരത്തെ പോയി കഞ്ഞിയൊക്കെ വെച്ചിട്ട് കുടിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് ഇവിടെ നല്ല ആക്റ്റീവായിട്ടിരിക്കണം കേട്ടോ. ഒരാമയും പറഞ്ഞാട്ടെ. മൊബൈൽ ഫോണിനകത്ത് കുഴൽക്കിണർ കുത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഉറങ്ങരുത്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രസംഗം പോലും ഇറങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പിണങ്ങല്ലേ. കർത്താവിനെ സ്തോത്രം ചെയ്തേ. ആ നാഴികയിൽ തന്നെ അവർ തിരിച്ചു വന്നു. പ്രശ്നങ്ങൾ നിമിത്തം ഒളിച്ചോടി പോകുന്ന 2 ശിഷ്യന്മാർ. ഞാൻ അവിടെ നിങ്ങൾ ഒരു സന്ദേശം പറഞ്ഞു, ഒളിച്ചോടരുത്. പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്. അത് നിങ്ങളവിടെ വിധേയപ്പെടേണ്ടവരാണെങ്കിൽ വിധേയപ്പെടണം. ഹല്ലേലൂയ. വിധേയപ്പെടേണ്ടവരാണെങ്കിൽ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത ഏരിയയും തൊട്ടിരിക്കും. ഹല്ലേലൂയ. അത് തൊടുന്ന ഇടമാണ് ചർച്ച്. ലോകത്തിൻ്റെ ജ്ഞാനം നമുക്ക് പറഞ്ഞു തരാൻ ഒരു സ്കൂൾ ഉള്ളതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയം നമ്മെ അറിയിക്കുന്ന ഒരു ഇടമാണ് ചർച്ച്. ഇപ്പോൾ എമ്മൗസിലേക്ക് ശിഷ്യന്മാർ പോകുകയാണ്. പ്രശ്നങ്ങൾ നിമിത്തം ഒളിച്ചോടുകയാണ്. ഈ ഒളിച്ചോടുന്ന ഇവർക്ക് ഏതൊക്കെ നിലയുള്ള ക്വാളിറ്റികളാണ് ഉള്ളത്? ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, അവർ പിന്മാറ്റക്കാരാണ്. പറഞ്ഞാട്ട് അവരാരാണ്? പിന്മാറ്റക്കാർ. ഒളിച്ചോടുമല്ലേ, പിന്മാറുകയാണ്. 2, അവർ തർക്കിച്ചും വാദിച്ചും പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ലൈഫിനെ കുറിച്ചൊരു വ്യക്തതയില്ല. ഈ വ്യക്തത ഇല്ലാത്തവിടെ ഈ വഴക്കുണ്ടാക്കുന്നേ. നിങ്ങളുടെ വീട്ടിലൊക്കെ വ്യക്തത ഇല്ലാത്തവിടെ ഈ വഴക്കുണ്ടാകുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തർക്കിച്ചും വാദിക്കും, തർക്കവും വാദവും എന്താണ്? കാര്യങ്ങളെ കുറിച്ച് എന്തില്ല? വ്യക്തത ഇല്ലാത്തപ്പോഴാണ്. വ്യക്തത ഉണ്ടെങ്കിൽ പറയും നമുക്ക് അവിടെ പോകാം, തീർന്നു, നമുക്കത് ചെയ്യാം. അപ്പോൾ 1, അവർ പിന്മാറ്റക്കാരാണ്. 2, അവർ ജീവിതത്തിൽ വ്യക്തതയില്ലാത്തവരാണ്. 3, അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ മുഖം വാടിയവരാണ്. എന്ന് പറഞ്ഞാൽ അവർ നിരാശരാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട്, ആമേൻ, ഞങ്ങളോ ആശിച്ചിരുന്നു, ആശ നഷ്ടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്ക് അവർ പറയുന്നു, ഞങ്ങൾ കേട്ടു സംഭ്രമിച്ചു. എന്ന് പറഞ്ഞാൽ ഭയം പിടിച്ചവരാണ്. എമ്മൗസിലേക്ക് പോകുന്ന, പിന്മാറ്റത്തിലേക്ക് പോകുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒന്ന്, പിന്മാറ്റമുണ്ടവർക്ക്, വ്യക്തതയില്ല, നിരാശരാണ്, ആശ നഷ്ടപ്പെട്ടവരാണ്, ഭയം പിടിച്ചവരാണ്. പക്ഷെ ഇവരോടുള്ള യേശുവിന്റെ പ്രതികരണം നോക്കിക്കേ. ഒന്ന്, യേശു അവരോട് ചേർന്ന് നടന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. നിനക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിലും യേശു ചേർന്ന് നടക്കും. നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ല. ഇങ്ങനത്തെ ഒരു യേശുവിനെ നമുക്ക് കിട്ടിയതിനൊരു ആമേൻ പറ. ഇങ്ങനത്തെ ഒരു യേശുവിനെ നമുക്ക് കണ്ടുകിട്ടിയതിനൊരു ആമേൻ പറ. ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ടും യേശു ചേർന്ന് നടന്നു. നിന്റെ പ്രശ്നങ്ങൾ നിനക്കുള്ളത് കൊണ്ട് നിന്നെ കൈവിടുമെന്ന് നീ ചിന്തിക്കല്ലേ കേട്ടോ. അവൻ ചേർന്ന് തന്നെ നടക്കും. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് നടന്നു. 2, ചേർന്ന് നടക്കുക മാത്രമല്ല, അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഏറ്റവും വലിയ വിഷയമാണ്. ഒരു വാക്ക് പറയുമ്പോഴേ നമ്മൾ റേഡിയോയാണ്. ഇങ്ങോട്ടൊന്നും പറയാൻ നമ്മൾ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ഒന്നും മിണ്ടണ്ട. ഞാൻ കർത്താവിൻ്റെ അടുക്ക വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നീ പറയുന്ന കേൾക്കും. രാമൻ പറഞ്ഞോട്ടെ, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം, കർത്താവിനെ പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഭർത്താവ്.
ആമേൻ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ആകാൻ പ്രാർത്ഥിച്ചോണം. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭർത്താവ് കർത്താവിനെ പോലെ ആകും, നീയും യേശുവിനെ പോലെ ആകും. ഹല്ലേലൂയ. കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന്, യേശു ചേർന്ന് നടന്നു. 2, പറയാനുള്ളത് മുഴുവൻ യേശു കേട്ടു. ഇത്ര നല്ല ദൈവമല്ലേ, പറയാനുള്ളത് മുഴുവൻ കേട്ടു. ശന്തന. ഇതിനൊരു ആമേൻ പറഞ്ഞ എല്ലാവരും. യേശുവിനടക്കം ഒന്നും പറയത്തില്ല, ഈ ആട്ട. ഹല്ലേലൂയ. എന്നിട്ട് ആരെങ്കിലും അങ്ങ് കിട്ടും, നെല്ലിക്ക ചാക്കിന്റെ കെട്ടഴിച്ചു വിടുന്ന പോലെ ഉരുട്ടി അങ്ങ് വിടും. അവര് എൻ്റെ പൊന്നെ, ഇവരെ ഇതുവഴി കാണുമ്പം അവരതുവഴി പോകും. ആരെങ്കിലും നിങ്ങളെ കാണാതെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളെ കൊണ്ട് അവർ സഹി കെട്ടു എന്ന് നിങ്ങൾ ആദ്യം ഓർത്തോണം. കേട്ടില്ല? ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്താ ഇത്രയും സംസാരിക്കാനുള്ളത്? സംസാരിക്കേണ്ടവനോട് സംസാരിക്കാത്തതുകൊണ്ടാണ്. യേശുവിനോട് ഒത്തിരി സംസാരിക്കുന്നവർ ഒത്തിരി പ്രശ്നങ്ങൾ, മറ്റുള്ളവർ സംസാരിക്കണമെന്നല്ല, ഒത്തിരി പ്രശ്നങ്ങൾ സംസാരിക്കത്തില്ല. എന്താണ്? പ്രശ്നങ്ങൾ സംസാരിക്കത്തില്ല. ഇതൊക്കെ ഒരു സീക്രട്ടാണേ, എടുത്തോണേ. പിന്നെ അടുത്ത, യേശു കേൾക്കുന്ന പോലെ വേറെ ആരും കേൾക്കത്തുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ വലിയ കാര്യമൊക്കെ പറയുമ്പം ആളിങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓളിയും കുറച്ച്. നിങ്ങൾ കണ്ടിട്ടില്ല ഇതൊന്നും? ഹല്ലേലൂയ. 1 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ സങ്കടം പറയും. മിടുക്കന്മാർ 1 മണിക്കൂർ അങ്ങ് പോയിട്ടുണ്ട്, അമേരിക്ക മുഴുവൻ കറങ്ങി, ലോകം മൊത്തം കറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഒരുവൻ നിന്റെ ഹൃദയത്തിനകത്തെ സകല വേലിയേഷൻസുകളും, അതിനകത്തെ സകല പെടപ്പുകളും മുഴുവൻ കേട്ട്, എല്ലാം കേട്ട് കഴിഞ്ഞിട്ടൊരു വിളിയുണ്ട്, അത് സഹിക്കാൻ പറ്റത്തില്ല. മന്ദബുദ്ധികളെ. ഇവിടെ ഉണ്ടോ? ഇല്ലേ? എൻ്റെ ബൈബിളേ ഉള്ളോ? ബൈബിള് മാറ്റാൻ പോവാ. അയ്യോ ബുദ്ധിഹീനരേ, അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അടിപൊളി. ക്രിസ്തു ഇങ്ങനെ അവിടെ ഒന്നുകൂടെ നിന്നേ പക്ഷേ മക്കളെ. അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഈ വചനം വല്ലതും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ലെങ്കിൽ ഉള്ള കാര്യം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടരാ. എന്താ മിണ്ടാത്തെ? ഹല്ലേലൂയ. യേശു എല്ലാം കേട്ടു. സങ്കടം, അപലാതി. ഈ ചിലരുടെയൊക്കെ സങ്കടമൊക്കെ വചനത്തിന് ഭയങ്കര വിരോധമാ. അവരെ നോക്കിയാ കർത്താവ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴേ കർത്താവ് ഇങ്ങനെ പ്രതികരിക്കത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ചില പാട്ടൊന്നും നമുക്ക് പാടാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. കേട്ടില്ല? ചില പാട്ടൊന്നും ഉറക്കെ പറ. കാരണം നമ്മൾ കുറച്ചും കൂടെ പ്രകാശിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിക്കണം, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നേ, എവിടെയാണ് അസ്തമിക്കുന്നേ? എന്നാ പറയും? കിഴക്ക് ഉദിച്ച്. അതേ ചോദ്യം +2 പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിക്കണം, സൂര്യൻ എവിടെയാ ഉദിക്കുന്നേ? അവ നന്നായിട്ട് പഠിച്ച ആളുടെ പറയും, സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, അതാ സത്യം. പക്ഷെ 2ാം ക്ലാസ്സുകാരിക്ക് ഇതാ സത്യം. പക്ഷേ 12ാം ക്ലാസ്സുകാരിക്ക് ഇത് കള്ളത്തരവാ, അതാണ് സത്യം. നമ്മുടെ വളർച്ചയുടെ അനുസരിച്ച് ദൈവം പലതും റിലീസാക്കും. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ മാറും, നമ്മുടെ പാട്ടുകൾ മാറും, നമ്മുടെ സംസാരങ്ങൾ മാറും. അതാണ് തിരുവചനം പറഞ്ഞത്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു.
ആമേൻ. എന്നാൽ പുരുഷനായപ്പോഴോ, അങ്ങനെയാണോ മോനെ വാക്യം? പ്രായം ചെന്നപ്പോഴോ ഞാൻ ശിശുവിനുള്ളത് തള്ളിക്കളഞ്ഞു. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ചില വാക്കുകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നമ്മുടെ കിളിയുടെ പാട്ട് എന്നാ രസമാ! എന്നാ പാട്ട്? ശ്രീയേശു മാമൻ, അതിശയ മാമൻ, എനിക്കിമ്മ മാമൻ. ഇതൊക്കെ ഇപ്പൊ റെക്കോർഡാ. അവൾ ഇച്ചിരി വളർന്നു കഴിയുമ്പോ തന്നെ ഇത് കേൾക്കുമ്പോ അവിടെ ഗതിയെന്നോർത്ത് നമ്മുടെ ശുശ്രൂഷന്മാരെല്ലാം യോൻ തിരുമ്പ കൊച്ചിൻ്റെ അടുത്തിരുന്ന് പാട്ട് പഠിപ്പില്ല, കേൾക്കാൻ രസമല്ലേ? പക്ഷെ അത് ശരിയാണോ? അവിടെ നാവ് കറക്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് കറക്റ്റാ. ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ. 1 കൊരിന്ത്യർ 13:11 ഞാൻ ശിശുവായിരുന്നപ്പോൾ. പറഞ്ഞോ, ഉറക്കെ വായിച്ചോ, പറഞ്ഞോ. യെസ്. ആമേൻ പറയാമോ? അപ്പോൾ ഇതെല്ലാം പ്രത്യേകം നമ്മുടെ വളർച്ചയുമായി കണക്ട് ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇതിനകത്തൂടെ നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളൊരു ഡെലിവറൻസ് പ്രാപിക്കുകയല്ല, നിങ്ങൾ അനേകരെ ഡെലിവേർഡ് ആക്കുന്ന നിലയിലേക്ക് തിരിക്കുകയാണ് ഈ സന്ദേശങ്ങൾ. മരിക്കുന്നവരെ നിങ്ങൾ ഡെലിവറൻസ് ചെയ്തുകൊണ്ടിരുന്ന, ഡെലിവറൻസ് കൊട്ടിക്കൊണ്ടിരുന്ന നിങ്ങളോട് എന്തെങ്കിലും ചെയ്യണ്ടേ? അടുത്തൊരു ഫേസ് തിരിയണ്ടേ? യേശു അവരോട് ചേർന്ന് നടന്നു. യേശു അവർ പറഞ്ഞത് മുഴുവൻ കേട്ടു. രാമൻ പറഞ്ഞാട്ടെ, മുഴുവൻ കേട്ടു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊന്നും ആൾക്കാരൊക്കെ ഉള്ളപ്പം കുറച്ച് ഡീസൻ്റ് ആയിട്ടൊക്കെ പ്രാർത്ഥിച്ചോണം. കേട്ടില്ല? മനസ്സിലായില്ല? ആൾക്കാരൊക്കെ ഉള്ളപ്പം ഒച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്തോണം? പക്ഷെ നിങ്ങൾ റൂമിൽ കയറി കഥ അടച്ചിട്ട് വായി തോന്നുന്നതും ഉള്ള സങ്കടവും എല്ലാം പറഞ്ഞോണം. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്, അവന്മാരെല്ലാം ഇത് കണ്ട് പഠിച്ചിട്ട് കേട്ടില്ല. അവരൊക്കെ ഇത് കേൾക്കും, എന്നിട്ട് പറയും അച്ചാച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, രാശങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഓ നാമേ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ കർത്താവുമായിട്ട് ആരും കേൾക്കാതെ രഹസ്യത്തിൽ കാണുന്ന പിതാവ്. കേട്ടില്ല? അതിനെ ഈ രഹസ്യത്തിൽ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞേ. കേട്ടില്ല? എന്താണ്? രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് കഥ അടച്ചിട്ട് ഉള്ളങ്ങ് തുറന്ന്, മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ചാക്കഴിച്ചോണം, അവിടെ നേരത്തിക്കണം. ഹല്ലേലൂയ, ആമേൻ. എന്ത് ഫ്രീ ആന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളിട്ടിറങ്ങുമ്പോൾ ഒന്നും കാണത്തില്ല. കാണുന്നവരെല്ലാവരും ചിരിക്കാൻ പറ്റും, നല്ല സന്തോഷം. അല്ലെങ്കിൽ ഈ അകത്ത് ദുഃഖമുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും, കടന്നിൽ കൊത്തിയോലെ ഇരിക്കുന്ന കാണാം. കാരണം എന്താണ്? അകത്തുള്ള സങ്കടമെല്ലാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമെന്ന് കാണുമ്പോൾ അവർ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഭയങ്കര സൗന്ദര്യമാണ്. ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ എന്തര ഇട്ടാലും അകത്ത് ഒരു ഫ്രീഡം ഇല്ലെങ്കിൽ കരിവാളിച്ചിരിക്കും. പക്ഷെ ഉണ്ടല്ലോ, ഈ ഹൃദയം മുഴുവൻ ദൈവത്തോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ അനുവും ഞങ്ങളുടെ ലൈഫാണ് ഏറ്റവും വലിയ ലൈഫ്. അനു ഒത്തിരി ടെൻഷൻ ഉണ്ടാകുമ്പോഴത്തേന് ഞാൻ അവളെ ഉന്തിക്കൊണ്ട് റൂമിനകത്തോട്ട് കയറ്റിയിട്ട് പുറത്തത് ഇങ്ങനെ ലോക്ക് ചെയ്യും. ആമേൻ. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവൾ അകത്തുനിന്ന് തൊട്ടും, എന്നാൽ ഞാൻ പുറത്തുനിന്ന് ലോക്ക് കഴിക്കും. അടിപൊളി. ഫോണകത്തോട്ട് കൊടുത്തു വിടത്തില്ല,
ഒന്നും കൊടുത്തില്ല, അത്തോട്ട് കയറ്റും. അല്ലേ? ശരിയാണോ? ഞാനും ഒത്തിരി ഫ്രീ അമേൻ. അപ്പോൾ ഞാൻ പറയാം, എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ കുറച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഒന്ന് കരയട്ടെ, ഒന്ന് ഫ്രീ ആകട്ടെ. ഈ അകത്ത് ഈ സങ്കടം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ന് ചോദിച്ചാൽ വഴിയെ പോകുന്നതിനെല്ലാം നമുക്ക് പിന്നെ എല്ലാം കുറ്റമായിരിക്കും. കേട്ടില്ല? നമുക്ക് വഴിയെ പോകുന്ന എല്ലാം എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കാര്യം? സുജിത്ത് ഇപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോയി സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് തിരിച്ചു വരുവാണെങ്കിൽ ആ ദേഷ്യം മൊത്തം തീർക്കുന്നത് കീർത്തിയൊക്കെ ആയിരിക്കും. എന്താണ് നമ്മുടെ അകത്തുള്ളത് എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കുറച്ചു നേരം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ വിടണം. പിന്നെ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് പണിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതും ശരിയല്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ആദ്യം പറഞ്ഞിരിക്കുന്നത് നിന്റെ ഗ്രഹകാര്യം ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രാർത്ഥനയാന്ന് പറഞ്ഞിട്ട് വീടെല്ലാം തലകുത്തി കിടത്തേക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്താട്ടെ. അനു എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് റൂം അടിപൊളിയാക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിനൊരു നന്ദി പറഞ്ഞാട്ടെ. കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പോരാ, കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എന്തോ ഇന്നിവിടെ നടക്കും. ഈ ദൂതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പം ചെറുത് സംഭവിക്കും. തുടക്കം തൊട്ട് നടക്കട്ടെ. വചനം നിങ്ങളെ ഫ്രീ ആക്കുന്നുണ്ടോ? യേശുവോട് ചേർന്ന് നടന്നു. യേശു അവർ പറഞ്ഞത് മുഴുവൻ കേട്ടു. തീർന്നില്ല. യേശു അവർക്ക് സത്യങ്ങൾ പറഞ്ഞ് തിരിച്ചു കൊടുത്തു. 3, യേശു അവർ വിളിച്ചപ്പോൾ അവരുടെ പുറകെ വന്നു. കേട്ടില്ല? യേശു, നീ വിളിക്കുന്ന പുറകെ യേശു വരുന്നുണ്ടെങ്കിൽ അതൊരു കർത്താവിൻ്റെ ബിസിനസ്സാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ വിളിക്കുമ്പോൾ പുറകെ പൊക്കോണം. യേശു പറഞ്ഞു, യേശുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ, നേരം വൈകുന്നു. കർത്താവ് നോക്കിയിരിക്കുക അങ്ങനെ വിളിക്കാൻ. കർത്താവ് നോക്കിയിരിക്കുക അങ്ങനെ വിളിക്കാൻ. കേട്ടില്ല? നേരം വൈകുന്നു. മുമ്പോട്ട് പോകാൻ അവൻ ഭാവിച്ചു. പോണമെന്നൊരാഗ്രഹമില്ല. ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ കാല് ഫ്രണ്ടിട്ട് നമ്മൾ കാത് പുറകോട്ടാ വിളിക്കുന്നുണ്ടോന്ന്. ഹല്ലേലൂയ. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ കർത്താവ് ചിന്തിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഒറ്റ വാക്ക്, നേരം വൈകുന്നു, കൂടെ പാർക്കാം. പറഞ്ഞ പോകണേ തിരിച്ചു വന്നു. ഇപ്പൊ എന്നെയൊക്കെ ആണെങ്കിൽ പോലും ഒരു 3-4 വട്ടം വിളിച്ചാലേ വരത്തുള്ളൂ. പക്ഷെ യേശു ഒറ്റ വിളി കാത്തിരിക്കുക. കൂടെ വന്നു. ആമേൻ. കൂടെ ഭക്ഷിച്ചു. ആമേൻ. ഭക്ഷിക്കുമ്പം വാഴ്ത്തി ബ്ലസ് ചെയ്തു. തീർന്നില്ല, കണ്ണു തുറന്നു. പ്രത്യക്ഷമായി. Glory to God. മിണ്ടുന്നില്ല. ഇത്രയും കാര്യം കർത്താവ് ചെയ്തു. ചേർന്ന് നടന്നു. പറഞ്ഞത് മുഴുവൻ കേട്ടു. അവരെ തിരുത്തി. അവർ വിളിച്ചെടുത്ത് വന്നു. ഹല്ലേലൂയ. അവരോട് ഭക്ഷണം കഴിച്ചു. അവരെ വാഴ്ത്തി. അവരെ ബ്ലസ് ചെയ്തു. അപ്പത്തെ വാഴ്ത്തി ബ്ലസ് ചെയ്തു. തീർന്നില്ല. അവരുടെ കണ്ണുകൾ തുറന്നു. അവൻ അപ്രത്യക്ഷമായി. തീർന്നില്ല. അതിനുശേഷം അവർ തങ്ങളുടെ ടെസ്റ്റിമണി പറഞ്ഞു. നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നമ്മളെ കത്തിക്കുകയായിരുന്നു കർത്താവ്. എത്ര പേര് ആമേൻ പറയുന്നു? സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ കത്തിക്കുകയായിരുന്നു കർത്താവ്. നിന്നതിനകത്ത് ചിലരുടെ ഹൃദയങ്ങൾക്ക് ചൂട് പിടിപ്പിക്കുന്ന ദൈവം, ചിലരുടെ ജീവിതത്തെ കത്തിക്കുന്ന ദൈവം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഉള്ളത്തെ കത്തിക്കുകയായിരുന്നു. ഓരോ വചനവും നിന്റെ അകത്തെ കത്തിക്കട്ടെ. ഓരോ വചനവും നിന്റെ അകത്ത് തീ പിടിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇതൊന്നും നാച്ചുറൽ കാര്യമല്ല, സൂപ്പർ നാച്ചുറൽ കാര്യമാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. യേശു ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചു കഴിഞ്ഞാണെന്നേ. ഹല്ലേലൂയ. യേശു ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചു കഴിഞ്ഞ്
ആദ്യം അവൻ സ്തോത്രം ആമേൻ മഗ്ദലക്കാരത്തിക്ക് പ്രത്യക്ഷമായി. അന്നേ ദിവസം തന്നെ അടുത്തത് പ്രത്യക്ഷപ്പെടുന്നത് ഈ പിന്മാറ്റക്കാർക്ക്, അത് കഴിഞ്ഞ് പത്രോസിന്, അത് കഴിഞ്ഞ് കൂടെ ഇരിക്കുന്നവർക്ക് പ്രത്യക്ഷമാകുക. വിശ്വസിക്കുക, സാധാരണ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഓ ജീസസ്, ഇങ്ങനെയൊക്കെ എൻകൗണ്ടറുകൾ നടക്കും, ഇങ്ങനെയൊക്കെ സന്ദർശനങ്ങൾ ഉണ്ടാകും. ദൈവം നിന്നോട് മിണ്ടാൻ വരും, ദൈവം നിന്നോട് നടക്കാൻ വരും, നിന്നെ കേൾക്കാൻ വരും. ഹല്ലേലൂയ. ഇനി ദൂത്, ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഒന്നും നടന്നില്ല. പിന്നെ നടന്നെപ്പോഴാണ്? അപ്പോൾ അവരൊരു ഡിസിഷൻ എടുത്തു. അന്ന് തന്നെ പോരാ, അന്ന് തന്നെ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ്. അതാണ് ഡിസിഷൻ. നിന്റെ ലൈഫിൽ നടക്കുന്ന എൻകൗണ്ടറുകളും നിന്റെ കയ്യിൽ നടക്കുന്ന ദൈവികമായ ഇടപെടലുകളും നിനക്ക് കിട്ടിയ വചനങ്ങളും നിനക്ക് കിട്ടിയ അത്ഭുതങ്ങളും ഒക്കെ നിന്നിൽ നടന്നിട്ടും അവിടെ നീ ഒരു ഡിസിഷൻ എടുക്കുന്നില്ലെങ്കിൽ നീ നിന്നടത്ത് തന്നെ തുടരും. എന്നാൽ നെക്സ്റ്റ് ലെവൽ ചൂട് വെച്ചാൽ പിന്നെ നീ മാളിയ മുറിയിലായിരിക്കും. ഓ ജീസസ്, രാമൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നു. യേശു പറഞ്ഞോ തിരിച്ചു പോണോന്ന്? യേശു പറഞ്ഞോ തിരിച്ചു പോണമെന്ന്? യേശു 500 പേർക്ക് പ്രത്യക്ഷമായെന്ന് പറഞ്ഞില്ലേ? 500-ലധികം പേർക്ക് പ്രത്യക്ഷമായെന്ന് പറഞ്ഞില്ലേ? അതിൽ 2 പേരെ ഈ വ്യക്തികൾ. അവരോട് പറഞ്ഞോ എല്ലാരും ഓടി വന്ന് ആമേൻ മാളിക മുറിയിൽ കയറിയിരിക്കണം കേട്ടോ. മാളിക മുറിയിൽ ചെന്നിരിക്കണമെന്ന് പറഞ്ഞത് ആരോടാന്നറിയാമോ? അത് കേട്ട് തീരുമാനമെടുത്ത് തിരിച്ചു വന്നവരോട് യെരൂശലേമിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ വാങ്ങിപ്പോകരുത്, നെക്സ്റ്റ് ലെവൽ മാളികയിലോട്ട് കയറിക്കണമെന്നാ. അപ്പോൾ ഈ 500-ലധികം പേർക്കും ഇങ്ങനെയുള്ള എൻകൗണ്ടർ ആണ്. അതിൽ 380 പേർ മിസ്സായത് എവിടെ? അതിൽ 380 പേരെവിടെ? അവരുടെയും കണ്ണു തുറന്നതല്ലേ, അവരുടെയും ഭാരങ്ങൾ കേട്ടതല്ലേ, അവർക്കും എൻകൗണ്ടർ കിട്ടിയതല്ലേ, അവരുടെ ഹൃദയം കത്തിച്ചതല്ലേ? അവരെന്തിയേ? Come on church. അവരിതെല്ലാം കേട്ട് ഓ നല്ലൊരു അനുഭവം, സ്തോത്രം, ആമേൻ, ഒരു പ്രസംഗം കേട്ടുപോയി, ഒരു അനുഭവം കേട്ടുപോയി. അവരെ അതൊരു തീരുമാനത്തിലേക്ക് നയിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയാം, എത്ര എൻകൗണ്ടറുകൾ കിട്ടിയാലും, എത്ര പ്രോഫസികൾ കിട്ടിയാലും, എത്ര ദൈവശബ്ദങ്ങൾ കിട്ടിയാലും, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഡിസിഷൻ ഉയരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ദൈവത്തിന്റെ റിവൈവലിൽ കയറാൻ കഴിയത്തില്ല. ഓരോ ദിവസവും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഡിസിഷൻ, ആ ഡിസിഷന്റെ മുമ്പിൽ ഡെഡിക്കേഷൻ, ആ ഡെഡിക്കേഷന്റെ മുമ്പിൽ പ്രയർ, ആ പ്രയറിന്റെ മുമ്പിൽ വോക്ക്, നടക്കുക. എന്തോ ദൈവം ഇടപെടുന്നില്ലേ? എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരോട് മടങ്ങി വരാൻ ദൈവം പറഞ്ഞിട്ടില്ല, പറയത്തില്ല. അങ്ങനെ പറഞ്ഞൊന്നും നീ വരണ്ട, കേട്ടില്ല? അങ്ങനെ പറഞ്ഞൊന്നും വരണ്ടെന്നേ, അങ്ങനെ നിന്നെ വലിച്ചോണ്ട് വന്നൊന്നും ഇതൊന്നും മുമ്പോട്ട് പോകണ്ട, കേട്ടില്ല? അങ്ങനെ വലിച്ചോണ്ട് വന്നൊന്നും പറ.
ഇത് സെയിം ഈ കാര്യം തന്നെയല്ലേ പത്രോസിന്റെ കാര്യം ഇന്നലെ രാത്രിയിൽ സുവിത്ത് പ്രസംഗിച്ചത്. ഈ രാത്രി അവൻ ഇത് തന്നെയല്ലേ കർത്താവ് ഇടപെട്ടത്. അവന്റെ അടുക്ക ചെന്നു, നീ എന്തിനു പിന്മാറിപ്പോയി ചോദിച്ചോ. പിന്മാറിപ്പോയെന്ന് ചോദിച്ചോ. താക്കോല് തന്നാണെന്ന് പറഞ്ഞോ. മിനിസ്ട്രി ഉണ്ടെന്ന് ചോദിച്ചില്ലല്ലോ. അവനെ വിളിച്ചു, കുഞ്ഞുങ്ങളെന്ന് വിളിച്ചു. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ചോദിച്ചു. മീൻ പിടിച്ചോണ്ടോ എന്നവൻ പറഞ്ഞു, ദേ നിന്റെ മീനൊന്നും വേണ്ട, ഞാൻ ദേ സ്തോത്രം അമേൻ അമേൻ നിനക്ക് വേണ്ടി മീൻ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട്, അപ്പം ചുട്ടു വെച്ചിട്ടുണ്ട്. അമേൻ അടുത്തിരുത്തി ചോദിച്ചു, സ്നേഹമുണ്ടോടാ എന്നോട്. 3 വട്ടം ചോദ്യം. കുഞ്ഞാടുകൾ മേയ്ക്കണം കേട്ടോ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് അവൻ്റെ അകത്തുനിന്നൊരു തീരുമാനം. അവൻ പറഞ്ഞു, ഇല്ല, ഇനി പോകത്തില്ല, ഇനി പിന്മാറ്റമില്ല, ഇനി മാറ്റമില്ല. I have decided. ഞാൻ തീരുമാനിക്കുന്നു യേശുവിന്റെ പുറകെ. ഇത് ഉന്തിക്കയറ്റിയൊന്നും കൊണ്ടുപോകുന്ന കൂട്ടമല്ല. പക്ഷേ കർത്താവ് ചെയ്യാനെല്ലാം ചെയ്യും. പക്ഷെ ഇത് കേട്ടിട്ട് ആരെങ്കിലും പുറകെ വരുന്നുണ്ടെങ്കിൽ അവനെ നോക്കി ഒരു ചിരിയുണ്ട്, നീ വിജയിച്ചെന്നേ. ഓ ഹല്ലേലൂയ. നീ പുറകെ വരണം, നീ അത് ചെയ്യണം. നോ. അങ്ങനെ 500 പേർക്ക് ഈ വിധത്തിൽ ചെന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് വീണ്ടും അവൻ യെരൂശലേമിൽ കാത്തിരിക്കുമ്പം 120 എണ്ണം സമർപ്പിക്കപ്പെട്ട് തീരുമാനമെടുത്തു വരുന്നു. അവരോട് പറയാണ്, ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടി. ഒരാമയും പറഞ്ഞാട്ടെ, ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടി. എന്റെ ലിസ്റ്റിൽ 500 പേരുണ്ടായിരുന്നു. അവരോട് ഞാൻ പ്രസംഗിച്ചില്ല. എന്റെ വചനം കേട്ട് തീരുമാനം എടുക്കണം കേട്ടോ. പക്ഷെ ഇത് കേട്ടപ്പോൾ ഉള്ളത്തിൽ നിന്ന് തീരുമാനം എടുത്തവർ തിരിഞ്ഞൊരു നടപ്പ്. യെരൂശലേമിലേക്ക് പോയിട്ട് എന്താ ചെയ്യുന്ന ശിഷ്യനെ? I don't know. കേട്ടില്ല. യെരൂശലേമിലോട്ട് ചെന്നിട്ട് നീ എന്നാ ചെയ്യാൻ പോവാ എനിക്കറിയില്ല, പക്ഷെ ഞാൻ തിരിയാൻ തീരുമാനിച്ചു. നീ തിരിഞ്ഞ് യെരൂശലേമിൽ ചെല്ലുമ്പോൾ, അവർ ഒരുമിച്ച് കൂടുമ്പോൾ, അതിന്റെ നടുവിൽ യേശുകാരനോട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ഗബദയുടെ കൽത്തളത്തിൽ ആയിരക്കണക്കിന് ജനമുണ്ട്. യേശുവിനെ ക്രൂശിക്കുന്ന ക്രൂശിന്റെ ചുവട്ടിൽ ആയിരങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ ആയിരങ്ങൾക്കല്ല 10,000-കല്ല പ്രത്യക്ഷമായത്. തീരുമാനത്തിൽ ഇറങ്ങി വന്ന 120 നടുവിൽ അവൻ പറയാണ്, നിങ്ങൾക്ക് സമാധാനം. കാരണം ഈ ബ്ലെസ്സിങ് മുഴുവൻ നിങ്ങളുടെ പുറത്തോട്ട് വീഴാൻ പോവാ. ഈ അനുഗ്രഹം മുഴുവൻ നിങ്ങളുടെ തലയിലേക്ക് വീഴാൻ പോവുക. ഇത് മറ്റാർക്കും ഞാൻ കൊടുക്കുന്നില്ല. ക്രൂശിന്റെ ചുവട്ടിൽ ആയിരങ്ങൾ കാണാം, കല്ലറകളിൽ ചിലപ്പോൾ ആയിരങ്ങൾ കാണാം, പക്ഷെ അവർക്കൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രത്യക്ഷമായിട്ട് നിങ്ങളെ കൂടെ പറയുക, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ആ തീരുമാനത്തിൽ ചുവട് വെച്ചവരോട് പറഞ്ഞത്, നെക്സ്റ്റ് ദൂത് യെരൂശലേമിൽ നിന്ന് വാങ്ങാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. അവിടെ എനിക്കിഷ്ടം ഒരു പത്രോസുണ്ട്, തോറ്റ പത്രോസ്.
കേട്ടില്ല പറഞ്ഞേ. തൊറ്റ പത്രോസ്. കാരണം അവൻ ഇതുവരെ കർത്താവോട് പറഞ്ഞത് മുഴുവൻ പൊളിഞ്ഞു. കാരണം അവൻ പറഞ്ഞു, നീ മരിക്കരുത്, മരിച്ചു. നീ മരിക്കരുത്, മരിച്ചു. വെട്ടി, യേശുവിനെ കൊല്ലാൻ വന്നവനെ വെട്ടി, അതും തോറ്റു. വാളെടുക്കുന്ന വാളാൽ അതും പരാജയപ്പെട്ടു. നീ പോകരുത്, അതാണ് എൻ്റെ ആഗ്രഹം. നീ പോകരുത്, നിന്നെ എനിക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. നീ പോകരുത്, നീ പോകാൻ പറ്റത്തില്ല. അതിനെ കൊല്ലേണ്ടവൻ ഞാൻ കൊല്ലും, ഞാൻ എന്നാ വേണം ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ കയറിപ്പോവാ, ഞാൻ കയറിപ്പോവാ. പക്ഷെ നീ യെരൂശലേമിൽ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യേശു ഉയരങ്ങളിലേക്ക് പൊങ്ങുമ്പം തലകുനിഞ്ഞ് മാളിക മുറിയിലേക്ക് കയറുന്നൊരു പത്രോസിനെ കണ്ടോ? പറഞ്ഞതൊന്നും നടന്നില്ല, വാശിയൊന്നും നടന്നില്ല. കേട്ടില്ല. നിന്റെ ചില വാശിയൊക്കെ ദൈവം 4 മടക്കി ദൂരക്കളയും. പ്രൈസ് ലോർഡ്. കൈകളെ ഉയർത്തി ആമേൻ. പക്ഷേ ആ തോറ്റുപോകുന്ന, തലകുനിച്ചു പോകുന്ന പത്രോസ്, കാരണം ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. ആമേൻ പറഞ്ഞില്ല. ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. തലകുനിച്ചു പോകുന്ന പത്രോസ് കർത്താവ് നോക്കി ചിരിച്ചു. എടാ, നീ വിജയിച്ചടാ. കേട്ടില്ല, നീ വിജയിച്ചടാ. നീ സമർപ്പിക്കപ്പെട്ട് കയറിപ്പോവാ. തോൽവികളുടെ നടുവിലും പരാജയത്തിന്റെ നടുവിലും തീരുമാനം എടുത്തുകൊണ്ട് എൻ്റെ ഒന്നും നടക്കണ്ട, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നീ കയറിപ്പോവല്ലേ. നീ 10 പകല് കഴിഞ്ഞ് നോക്കിക്കോ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. ദൈവശബ്ദം കേട്ട് തലകുനിയുന്നവനെ നീ ഒരു 10 പകല് കഴിഞ്ഞ് നോക്കിക്കോ. പകല് കഴിഞ്ഞപ്പം നിൽക്കുന്ന ഒരുത്തൻ അഗ്നി നാവുമായി ഒരുവൻ ജനസാഗരങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. ആർക്കിന്ന് പകൽ ഈ ദൂതനൊരു ആമേൻ പറയാൻ പറ്റും? ജനസാഗരങ്ങളുടെ നടുവിൽ. Praise God. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം കീ യുവർ ഡിസിഷൻ. നീ ഒരു തീരുമാനം എടുക്കുന്നവരെയും ദൈവം തൻ്റെ അനുഗ്രഹത്തെ പൂട്ടിവെച്ചിരിക്കും. നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ തുറന്നിട്ട് പറയും, കയറി വാ. നിങ്ങൾ മിണ്ടുന്നില്ല. വാ, കയറി. എത്രയൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? തിരുവചനത്തിന് മുമ്പിലുള്ള നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളുടെ തീരുമാനം. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ 2 പേരും ബെത്ലഹേം വരെ നടന്നു. അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീധനം പറഞ്ഞു. അവൾ ചരിത്രം തിരിക്കുന്ന ഒരു തീരുമാനം. ആമേൻ പറയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങളുടെ ചരിത്രത്തെ തിരിക്കാം. നിങ്ങൾക്കൊരു ഹിസ്റ്ററി മേക്കർ ആകാം.
നഹോമി എന്ന് പറയുന്ന സഹോദരി ബേത്ലഹേമിൽ അപ്പമില്ലെന്ന് കണ്ടപ്പോൾ കഷ്ടതയുടെ നടുവിൽ ബേത്ലഹേം വിട്ടവൻ മൊബാദ്യ ദേശത്ത് വന്നവൾ. എന്തൊക്കെയോ ലഭിക്കുമെന്ന് പറഞ്ഞാണ് അവൾ ദൈവസന്നിധിയിൽ നിന്ന് പോയത്. ഈ ദൈവസാന്നിധ്യത്തിനകത്ത് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ അങ്ങ് തുടരണം. ആമേൻ പറഞ്ഞില്ല, തുടരണം. അബ്രഹാം കനാനിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഹാഗാർ കൂടെ വരുന്നത്. നഗോമി ബേത്ലഹേമിൽ അപ്പം കുറഞ്ഞെന്ന് കേട്ടതാണ് കൊണ്ട് അപ്പമുള്ളിടത്തേക്ക് പോയതാണ്. ഭർത്താവും 2 മക്കളും നഷ്ടപ്പെടാൻ കാരണം. പക്ഷെ ദൈവം അതിനെല്ലാം തിരിക്കുന്നു. അത് ദൈവത്തിന്റെ സ്നേഹം. അതാണ്, അവിടെയാണ് നിങ്ങളൊരു ഈ വചനത്തിന് ആമേൻ പറയണ്ടേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കും. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. തെറ്റിയാൽ പോലും കർത്താവിനെ സ്നേഹിച്ചാൽ തിരിച്ചു കളയും ദൈവം. ആമേൻ പറഞ്ഞാൽ തിരിച്ചു കളയും. നിന്റെ അബദ്ധങ്ങളെ പോലും അത്ഭുതമാക്കാൻ കഴിയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ദൈവം. നിലകൾ നിനക്ക് പറ്റിയ പരാജയങ്ങളൊന്നും അതിൻ്റെ പാടുപോലും ഇല്ലാതെ പരിഹരിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരെല്ലാവരും ആമേൻ പറഞ്ഞേ, കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. ഈ വചനങ്ങളൊക്കെ നിങ്ങളോട് പ്രവചിക്കുക. രൂത്ത് എന്ന് പറഞ്ഞ മൊബാബ് സ്ത്രീ നഗോമിയുടെ മരുമോളാണ്. ഈ നല്ല സഹോദരി, ഈ നഗോമി എന്ന് പറഞ്ഞ സഹോദരി ഈ തകർച്ചയുടെ നടുവിലും ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോ, യെരൂശലേമിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അങ്ങനെയാ. കർത്താവിനെ ഒരു വ്യക്തി കണ്ടിട്ട് പിന്മാറിപ്പോയാലും അകത്ത് ഒരു തേങ്ങൽ കാണും. അതങ്ങനെയാ. യേശുവിനെ പറ്റത്തില്ല. ആമേൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്, ഈ ദേശത്തിന്റെ പിന്മാറ്റക്കാരെല്ലാം മടങ്ങി വരട്ടെ. ഒരു ചുറ്റളവ് പറ മോനെ, ഒരു ചുറ്റളവ് പറ. പ്രാർത്ഥിക്കാം. 45 കിലോമീറ്റർ ആദ്യത്തെ സ്റ്റെപ്പ് ഓട്ടെ. ഇത് നമ്മൾ തിരുത്തും അടുത്ത ഫാസ്റ്റിങ്ങിന്. യേശുവിന്റെ നാമത്തിൽ 45 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പിന്മാറ്റക്കാരും യേശുവിന്റെ നാമത്തിൽ മനസ്സാന്തരപ്പെടട്ടെ, തിരിച്ചു വരട്ടെ. ഈ ദൂതന്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു റിവൈവൽ നടക്കും. നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്നിവിടെ നമ്മുടെ ഈ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും. പിന്മാറ്റക്കാർ മടങ്ങി വരാൻ പോവുകയാണ്. ഇന്നലകൾ ദൈവസനിൽ വന്നിട്ട് പിന്മാറിപ്പോയവർ തിരിച്ചു വരാൻ പോകുകയാ. കാരണം അവരുടെ അകത്ത് ആ തീ കിടപ്പുണ്ട്, അകത്ത് ആ ജ്വാല കിടപ്പുണ്ട്, അകത്ത് ആ ദൈവം കൊത്തിച്ച ആ ജ്വലനം കിടപ്പുണ്ട്. മടങ്ങി വന്നിരിക്കും, മടങ്ങി വന്നിരിക്കും, മടങ്ങി വന്നിരിക്കും. നിങ്ങളുടെ വീട്ടിനകത്തോ നിങ്ങളുടെ അയൽപക്കത്തോ ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ട് പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെക്കാൾ ഫ്രണ്ടിൽ ഇവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. ആത്മമണ്ഡലത്തിൽ അതിനെ റിലീസ് ചെയ്യുന്നു. യേശുവിനെ കണ്ടവർക്ക് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരുടെ അകത്ത തേങ്ങലുണ്ട്. ഞാൻ പലരോട് സംസാരിക്കുമ്പോഴും ഭയങ്കര കേട്ട അവസാനം അവർ പറയും, ഞാനും രക്ഷിക്കപ്പെട്ടതായിരുന്നു കേട്ടോ ബ്രദറെ. ആ വാക്കിനകത്ത് ഒരു ഭയങ്കര സങ്കടമാണ് വരും. ഇന്നത്തെ ഈ ദൂതനകത്ത് അങ്ങനത്തെ ഒരു തിരിവ് സംഭവിക്കുന്നു. നമ്മുടെ ചേർച്ചുമായി കണക്ട് ചെയ്ത ഏതൊക്കെ ദേശങ്ങൾ, അവിടെ നിന്നെല്ലാം തിരിവുകൾ നടക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ആരൊക്കെ ഉണ്ട് അവരുടെ വീട്ടിലും അവരുടെ നാട്ടിലും ഉണർവുകൾ നടക്കട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ.
ഈ നഹോമി തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു. കേട്ടോ, ആദ്യത്തെ തീരുമാനം നഹോമിയുടെ. നീ ആദ്യം ഒരു തീരുമാനം എടുത്തോ, തുടർമാനം നീയുമായിട്ട് കണക്ട് ചെയ്യുന്നവരെല്ലാം തീരുമാനത്തേക്ക് ഇറങ്ങിക്കോളും. ഹല്ലേലൂയ. നീ ഒരു തീരുമാനം എടുത്തു, നഹോമി ഒരു തീരുമാനം എടുത്തു. ഇനി ഇവളുമാരെ ഇവിടെ നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല, അവർക്ക് നല്ല ജീവിതം കിട്ടട്ടെ, ഞാൻ പോകാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറുണ്ട്, എല്ലാ ഇന്ത്യയിലും പോയാലും ഇനി എൻ്റെ കെട്ടിയവനും എല്ലാം അവിടെ തന്നെയാണ്, അവരോട് ഒരുമിച്ച് ചത്ത് നരകത്തിനങ്ങ് പൊക്കോളാം. എന്തിനാണ് ഇത്ര കടുങ്കയൊക്കെ ചെയ്യുന്നത്? കേട്ടില്ല, മനസ്സിലായില്ല. എൻ്റെ മക്കളും എല്ലാം ഇനി അവിടെയാണ്, അതുകൊണ്ട് എന്തായാലും അവർ പോകുന്നിടത്തങ്ങ് പോവാം. മരിച്ചു കഴിയുമ്പോൾ തന്നെ ഇവരൊന്നും അറിയത്തു പോലുമില്ല. നിന്റെ ജീവിതം വെറുതെ കളയരുത്. ഹല്ലേലൂയ. യേശുവിനെ വിട്ടിട്ടുള്ള ഒരു കേസും ഒരു ബന്ധവും നിങ്ങൾക്ക് ആവശ്യമില്ല. കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നഹോമി ആദ്യം തീരുമാനമെടുത്തു. ആ തീരുമാനം നിവർത്തീകരിക്കാൻ ഈ രണ്ട് ഓർപ്പയോടും രൂത്തിനോടും പറയുകയാണ്, മക്കളെ നിങ്ങൾ പൊക്കോ, കാരണം നിങ്ങൾ ഇനി എൻ്റെ കൂടെ നിന്നിട്ട് പരിഹാരമില്ല. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ എൻ്റെ മേൽ ആൺകുഞ്ഞുങ്ങളില്ല. അതൊന്നും അസാധ്യമാണ്, അതൊന്നും നടക്കത്തില്ല. നീ പൊക്കോ. രണ്ടുപേരും കരഞ്ഞു. ഒരാൾ കരയുന്നതിൻ്റെ ഇടയിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. പണ്ടാരോ പറയുന്നുണ്ട്, ഓർപ്പ പൊട്ടിക്കരിഞ്ഞു, പെട്ടിയെടുത്ത് ഓർപ്പ പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ പണ്ടത്തെ വാക്കുകൾ, അതൊക്കെ പണ്ടത്തെ പ്രസംഗമാണ്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരിഞ്ഞ് പെട്ടിയെടുത്ത് പോയി, എന്തൊക്കെയാണോ അടുത്ത്. ചിലരൊക്കെ ചുമ്മാ കരയുന്നേ, അവരടുത്ത ദിവസം പെട്ടിയും കൊണ്ട് പോവും. ഹല്ലേലൂയ, സ്തോത്രം. കരഞ്ഞ് കുറച്ചങ്ങോട്ട് കണ്ട് പുള്ളി അങ്ങ് ചിരിച്ചു, അവരങ്ങ് പോയി. പക്ഷെ അവിടെ രൂത്ത് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. സത്യം പറഞ്ഞ നഹോമിയെ വലയ്ക്കുന്ന ഡിസിഷൻ. ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എന്താ പറഞ്ഞ, നിന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവിടെ സംസാരിക്കുന്നത് മതിയാക്കി. കേട്ടില്ല? മോവാബ്യ സ്ത്രീ, ദൈവവുമായി ബന്ധമില്ലാത്ത സ്ത്രീ, സത്യം ചെയ്യുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ വ്യക്തിയുടെ പേരിലല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. അവിടുത്തെ ഏതെങ്കിലും പ്രാദേശിക വ്യക്തിയുടെ പേരിലല്ല. അവൾ ഈ സത്യം ചെയ്യുന്നത് മുഴുവൻ അവളുമായി ഒരു ബന്ധമില്ലാത്ത, അവിടെ കുലവുമായി വലിയ ബന്ധമില്ലാത്ത ഇസ്രയേലിന്റെ ദൈവം, നിങ്ങൾ മിണ്ടുന്നില്ല, ആ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഇവൾ സത്യം ചെയ്യുക. ഇവക്ക് ദൈവമില്ലേ? ഇവിടെ ദേശത്തിന് ദൈവമില്ലേ? ആമേൻ. അപ്പോ ഇവക്ക് എങ്ങനെ ദൈവത്തെ കിട്ടി? ആര് കൊടുത്തു? നിങ്ങളുണ്ടോ? ആര് കൊടുത്തു? നിങ്ങളൊരു ആമേൻ പറയണം. ഹല്ലേലൂയ. നഖോമി അവിടെ പ്രാർത്ഥനയിലും അവിടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. യഹോവ
ദൈവമേ, ജീവനുള്ള കർത്താവേ, നിങ്ങളറിയോ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പലരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങളുടെ ചില പ്രാർത്ഥനകൾ നിങ്ങളുമായി കണക്ട് ചെയ്ത ചിലരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നലെ സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, കുഞ്ഞിന് വന്ന അപകടങ്ങളിൽ നിന്ന് കുഞ്ഞ് വിടുവിക്കപ്പെട്ട് ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ വിടുവിക്കപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നിന്റെ തലമുറയെ നിന്റെ പ്രാർത്ഥന സ്വാധീനിക്കുന്നില്ലേ? നീ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും നീ കാണാതിരിക്കുമ്പോഴും ആരൊക്കെയോ നിന്നെ ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇവൾ ഇങ്ങനെ പറയുന്നെങ്കിൽ ഇവളുടെ ഈ നഗോമിയുടെ മകനെ മാത്രമല്ല അവൾ സ്വീകരിച്ചത്, മറിച്ച് നഗോമിയുടെ ദൈവത്തെ. രക്തബന്ധത്തെക്കാൾ വലുതാണ് അവൾക്ക് ഈ ദൈവബന്ധം. അവർക്ക് ആമേൻ പറയാൻ പറ്റും. ഗ്ലോറി ടു ഗോഡ്. ഭാവിയേക്കാൾ വലുതാണ് ദൈവബന്ധം. അവൾ മനസ്സിലായി, ഈ നഗോമി വിട്ടുപോയാൽ എനിക്ക് മിസ്സാകുന്നത് സത്യദൈവമാണ്. നിന്നിൽ നിന്ന് അനേകർക്ക് യേശുവിനെ കിട്ടട്ടെ, നിന്നിൽ നിന്ന് അനേകർക്ക് ദൈവ സാന്നിധ്യം കിട്ടട്ടെ. നഗോമിയുടെ പുറകെ തുടരാൻ കാരണം അവളിൽ നിന്ന് കിട്ടിയ ദൈവമാണ്. നിന്നെ ജനം ആകർഷിക്കുന്നത് നിന്റെ സൗന്ദര്യമൊന്നും അല്ല കേട്ടോ, നിന്റെ കാറൊന്നും അല്ല കേട്ടോ, നിന്റെ ലക്ഷങ്ങളുള്ള സാരി ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ ഒത്തിരി വലിയ സാരിയൊക്കെ ഉടുക്കുമ്പോഴത്തേന് സത്യം പറഞ്ഞ ആൾക്കാർക്ക് അസൂയയും കുശുമ്പും വരത്തേ ഉള്ളൂ. കണ്ടില്ലേ ഹോത്രം അവിടെ കണ്ടില്ലേ? പക്ഷെ ജനം നിങ്ങളെ ആകർഷിക്കുന്നത് ക്രൈസ്റ്റാണ്. നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പോലും അറിയാതെ ഏതൊക്കെയോ ഏറികളിൽ നിങ്ങളൊരു സ്വാധീനമാകുന്നുണ്ട്. ഏതൊക്കെയോ ഏറിയോ നിങ്ങളുടെ മുമ്പിൽ അടിയറ വയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഗോമിയുടെ പുറകെ രൂത്ത് പോകുന്നതിന്റെ കാരണം ഭാവിയല്ല, പണമല്ല, ദൈവം. ജീസസ്. അതിന്റെ തെളിവ് അവൾ പലവട്ടം പറയുന്നത് യഹോവയാണ്. നിന്റെ ദൈവം എൻ്റെ ദൈവം. ഞാൻ യഹോവയാണ് സത്യം ചെയ്യുക. നിങ്ങളുടെ അകത്തെ ക്രൈസ്റ്റ് പലരെയും അട്രാക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വിരോധമായി ചിലർ സംസാരിക്കുമ്പോൾ, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ക്രൈസ്റ്റ് അവിടെ വെളിപ്പെടും. അതിന് കോപത്തിന് പകരം കോപവും, ശകാരത്തിന് പകരം ശകാരവും, ദോഷത്തിന് പകരം ദോഷവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കാൻ എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? പോരല്ലോ. ഹല്ലേലൂയ. തൊടുന്നുണ്ടോ നിങ്ങളെ വചനം? അവൾ നഗോമിയിൽ നിന്ന് ദൈവത്തെ കിട്ടി. ദൈവത്തെ കിട്ടിയപ്പോൾ ഈ നഗോമി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കാണുമായിരിക്കും. ചെങ്കടലിൽ നിന്ന് തുറന്നതും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ അകത്ത് കയറിയിട്ടുണ്ട്. ഈ ദൈവം അത്ഭുത ദൈവം. ഈ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. നിങ്ങളുടെ അടുക്ക വരുന്നവരോട് നിങ്ങളുടെ ഉള്ള സങ്കടവും പഞ്ഞവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ. ദൈവത്തെക്കുറിച്ച് പറയണം. തകർന്ന് കിടന്നാലും ദൈവത്തെക്കുറിച്ച് പറയണം. കേട്ടില്ല എല്ലാം നശിച്ച് കിടന്നാലും ദൈവത്തെക്കുറിച്ച് പറയണം. ദൈവത്തെക്കുറിച്ച് പറയണം. ആമേൻ. ആരൊക്കെയോ നിന്നെ കേൾക്കുന്നുണ്ട്.
നിന്റെ ജീവിതത്തിൽ തിരിവ് വരുമ്പോൾ അവരും തിരിയും. കേട്ടില്ല? നിന്റെ ജീവിതത്തിൽ തിരിവ് വരുമ്പം അടുത്തൊരു കാര്യം, അവള് ഇതിന്റെ മുമ്പിൽ ഒരു റൈറ്റ് തീരുമാനം എടുത്തു. ആമേൻ പറഞ്ഞില്ല? റൈറ്റ് തീരുമാനം. ഞാൻ ഇതിനകത്തെ ദൂത് നിങ്ങൾക്ക് ചില മിനിറ്റുകൾ പറയാന്നേ. റൈറ്റ് തീരുമാനം. നഹോമിക്ക് മനസ്സിലായി, ഇവൾ പുറകോട്ടില്ല. അടുത്തൊരു കാര്യം, രൂത്ത് തീരുമാനമെടുത്തു. രൂത്ത് ഫ്രീ ആയി. പിന്നെ ഫുൾ ഉത്തരവാദിത്വം നഹോമിക്ക. അത് കേട്ടില്ല? അതാണ്, നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി തീർന്നു. പിന്നെ അതിനകത്തങ്ങ് ചലിച്ചാൽ മതി. പിന്നെ വഴി കാണിക്കുന്ന നഹോമി, എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്ന നഹോമി. പറഞ്ഞെങ്കിലും രാമയും പറഞ്ഞിട്ട്, എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്ന നഹോമി, എവിടെ പാർക്കണമെന്ന് പറയുന്നത് നഹോമി, ഏത് വയലിൽ പോകണമെന്ന് പറയുന്നത് നഹോമി, ആ വയലിൽ എങ്ങനെ ഇടപെടണമെന്ന് പറയുന്നത് നഹോമി. ഹോളി സ്പിരിറ്റും നിങ്ങൾ ഒരു തീരുമാനം എടുത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഭവങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഹോളി സ്പിരിറ്റാ. എല്ലാം കാണിച്ചു തരും. എവിടെ പോകണം, എവിടെ നിൽക്കണം, ആരെടുത്ത് പോകണം, എങ്ങനെ സംസാരിക്കണം, എപ്പോ എഴുന്നേൽക്കണം, എപ്പോ പോകണം. ഇവർക്ക് ആമേൻ പറയാൻ പറ്റും? പോരാ, ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഒറ്റ തീരുമാനം. ശപിക്കപ്പെട്ടവൾ, 10 തലമുറയോളം ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റാത്തവൾ അപ്പുറത്ത് ചാടിക്കേറി. ആമേൻ പറഞ്ഞിട്ട് ചാടിക്കേറി. അവൾ ആദ്യമേ അടുത്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഇടത്തെത്തി. ഹല്ലേലൂയ. അവിടെ അവൾ നഹോമിയെ അനുസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വരയെത്തി. നിങ്ങൾ മിണ്ടുന്നില്ല? എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലെത്തി. ബോവസിന്റെ വയലിലെത്തി. നിങ്ങൾ നോക്കിയാൽ അസാധാരണ ദയ കാണിച്ചു. അസാധാരണ ദയ, അസാധാരണ ദയ. നിങ്ങൾ മിണ്ടുന്നില്ല? അസാധാരണ ദയ. ആമേൻ പറയാൻ പറ്റും? ഡിസിഷൻ വെളിപ്പെട്ടാൽ അൺയൂഷ്വൽ ഫേവറാ. കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. തീരുമാനപ്പെട്ടോ, നിന്റെ പിന്നെ ഉത്തരവാദിത്തം മുഴുവൻ വേറെ ഒരാൾക്ക. പിന്നെ ചരിത്രം തിരിയ. നിങ്ങൾ രാമയും പറയാൻ പറ്റുമോ? ചരിത്രം തിരിയാണ്. ബോവസ് ഈ വ്യക്തിയോട് അസാധാരണ ദയ കാണിക്കുക. അവസാനം ഇവക്ക് ഈ അസാധാരണ ദയ അനുഭവിച്ച് സഹിയട്ടപ്പം ബോവസിനോട് സംസാരിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ ചോദിച്ചു, എന്താ എന്നോട് ഈ ദയ? മകളെ, നീ എന്താ ചെയ്തെന്ന് എനിക്കറിയാം. നീ അങ്ങനെ എടുത്തൊരു തീരുമാനമില്ലേ, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഈ ഫേവർ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? അപ്പോൾ ഈ അനുഗ്രഹത്തിന്റെ മുഴുവൻ കാരണം ബോവസ് പറയാണ്, നീ എടുത്ത തീരുമാനം. കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല? നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ മുഴു കാരണവും നീ എടുത്ത തീരുമാനം. സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ എടുത്ത തീരുമാനം, നീ എടുത്ത തീരുമാനമാണ് മകളെ. നിനക്ക് വേണമെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കാമായിരുന്നു, നിനക്ക് നിന്റെ സ്വന്തത്തിൽ നിൽക്കാമായിരുന്നു. എന്നാൽ നീ ഒരു മദർ ഇൻ ലോയോട് ചെയ്തത് ഞങ്ങളുടെ ഇടയിൽ സംസാരമാണ്. അങ്ങനെ ആരും ചെയ്യാറില്ല. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കെയർ ഓഫിലും ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. ദൈവം നല്ലവൻ. God is good. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അപ്പനിൽ നിന്നൊരു ബ്ലെസ്സിംഗ് ഉണ്ട്, അമ്മയിൽ നിന്നൊരു ബ്ലെസ്സിംഗ് ഉണ്ട്, അമ്മായിയമ്മയിൽ നിന്നൊരു ബ്ലെസ്സിംഗ് ഉണ്ട്, മായപ്പൻ എന്നൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. നിങ്ങളതെല്ലാം പ്രാപിച്ചോണം. ഹല്ലേലൂയ. ഭയങ്കര പാടാ ഇതൊക്കെ, ഭയങ്കര പാടാ. എൻ്റെ പൊന്നെ, എങ്ങനെ പറ്റും?
പക്ഷേ പ്രാപിക്കണം. ബന്ധങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ബൈബിൾ വേറെയില്ല. കൈ ഉയർത്തി സ്തോത്രം ചെയ്യുക. നീ എന്ത് ചെയ്തെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്നിട്ട് അടുത്തൊരു വാക്യം പറയുകയാണ്, ഈ നഗോമി ഡയറക്ഷൻ കൊടുത്ത് ബോവസിന്റെ കാൽക്കൽ വന്ന് കിടക്കുന്നു, തിരിച്ചു പോരുന്നു. അടുത്തൊരു വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മകളെ നീ സ്വസ്ഥമായിട്ടിരുന്നോ, നീ അനങ്ങാതിരിക്കുക. കേട്ടില്ല, നീ സ്വസ്ഥമായിട്ടിരിക്കുക. രൂത്ത് പറയാ, നഗോമി പറ, നീ സ്വസ്ഥമായിരിക്കുക. പക്ഷെ ഇന്ന് മുതൽ ബോവസ് അവനൊരു സ്വസ്ഥതയും കാണത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു സ്വസ്ഥതയും. നീ ചില തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആമേൻ, പിന്നെ ആത്മമണ്ഡലമാ ചലിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബോവസുമായുള്ള വിവാഹം നടന്നു. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് നഗോമി ധാത്രിയായി. ആ കുഞ്ഞ് വളർന്നു. ആ കുഞ്ഞിനൊരു കുഞ്ഞ് ജനിച്ചു. അത് വളർന്നു. ആ കുഞ്ഞിനൊരു കുഞ്ഞ് ജനിച്ചു. അതാണ് ദാവീദ്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. നിങ്ങളുടെ ഉള്ളത്തിലൊരു ആമേൻ വന്നോ? ഒരു എവിടെയോ തല്ലി തകർന്ന് തീരേണ്ട ഒരു ജീവിതം, ഒരൊറ്റ തീരുമാനം നിമിത്തം അവൾ കയറിക്കൂടിയത് എവിടെയാണെന്നറിയാമോ? ആമേൻ, സ്തോത്രം, ദാവീദിന്റെ വെല്ലുമ്മച്ചിയുടെ പദവിയിലേക്കാ. അപ്പൊ നിന്റെ തീരുമാനത്തിന് നിന്നെ ചരിത്രമാക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾ ഈ വചനം തൊടുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നു. നിങ്ങളുടെ തീരുമാനത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയത്തില്ലേ? ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന ജനത്തിന്റെ ഇടയിൽ ഇതിനേക്കാൾ എത്ര നല്ല സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു? ആമേൻ പറയാൻ പറ്റുമോ? ചാടിക്കയറിയവള്. ഒരു തീരുമാനം എടുക്കുന്നവൻ ചാടിക്കയറും. അവിടെയൊന്നും ചരിത്രം തീരുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി എഴുതുമ്പോ സ്തോത്രം, എത്രയോ 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 സ്ത്രീകളെ പരാമർശിക്കേണ്ട ഇടത്ത് അതിനകത്തൊരു പേര് എഴുതിയേക്ക, രൂത്ത്. അങ്ങനല്ലേ ബൈബിൾ. നിങ്ങൾക്ക് ഈ സന്ദേശമല്ലേ അറിയാം. കണ്ടോ എന്നാ ചാട്ടോ ചാടിയോളൂ. നിന്റെ തീരുമാനം നിന്നെ ഇന്നലത്തെ നിലയിൽ നിർത്തത്തില്ല. നിന്റെ തീരുമാനം നിന്നെ ഇന്നലത്തെ സാഹചര്യത്തിൽ നിർത്തത്തില്ല. നിന്റെ ജീവിതത്തെ തലകീഴത്തിരിക്കും, 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 തലകീഴത്തിരിക്കും. വചനം കേട്ടുപോകാനുള്ളതല്ല, വചനം ആമേൻ പറഞ്ഞു പോകാനുള്ളതല്ല. ഏത് വചനം കേൾക്കുമ്പോഴും പറയണം, ഞാൻ അതിന്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് മനോഹരമായിട്ടാണ് ആ പുസ്തകം എഴുതിയേക്കുന്നത്. എന്ത് മനോഹരമായിട്ട്. എവിടെയോ കിടന്നൊരുവൾ ആമേൻ ദാവീദിന്റെ വെല്ലുമ്മച്ചിയുടെ അമ്മച്ചിയായി മാറി. എന്തൊരു ഭയങ്കരം. ചരിത്രം തിരിക്കാൻ ഈ ദൈവത്തിന് കഴിയും. ഒരിടത്തും അറിയപ്പെടാതെ തീരേണ്ട നിന്നെ ചരിത്രത്തിന്റെ പൊൻലിപികളിൽ നിന്നെ എഴുതി ചേർപ്പിക്കാൻ, നിന്നെ മാറ്റിമറിക്കുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിലുള്ള നിന്റെ തീരുമാനങ്ങളാണ്. ഞാനിതെല്ലാം പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊരു പ്രസംഗം തരാനല്ല കേട്ടോ. എന്നെ ആഴത്തിൽ ഈ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം വീണ്ടും പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ.
ലോകത്തിലെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദൈവമനുഷ്യൻ ബില്ലി ഗ്രഹാം, അദ്ദേഹം ഒരു പ്രസംഗം കേട്ട ശേഷം തീരുമാനമെടുക്കേണ്ടവർ വരാൻ പറയും, സമർപ്പിക്കേണ്ടവർ സമർപ്പിക്കാൻ പറയും. ഒരു പ്രസംഗവും തീരുമാനമില്ല നിർത്തിയിട്ടില്ല, ഒരു പ്രസംഗവും സമർപ്പണമില്ല നിർത്തിയിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകൻ. അദ്ദേഹത്തിനറിയാം, കേൾവി കൊണ്ടൊന്നും നടക്കില്ല, തീരുമാനത്തിലേ നടക്കൂ. തൻ്റെ പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞ് ഇതിനു മുമ്പിൽ തീരുമാനം എടുക്കേണ്ടവർ വരാൻ പറയും, സമർപ്പിക്കാൻ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ല ഞങ്ങൾ തലയിൽ കൈവച്ചിട്ട് കാര്യമില്ല. കാരണം തീരുമാനപ്പെട്ടവർ, സമർപ്പിച്ചവരുടെ മുമ്പിൽ ഒരു അഭിഷിക്തന്റെ കൈ അങ്ങോട്ട് വന്നാൽ, ഒരു പ്രയർ അങ്ങോട്ട് വന്നാൽ, ആ വിത്തങ്ങ് കിളുക്കും. കേട്ടില്ല. ആ വിത്തങ്ങ് അല്ല, ആ വിത്തേ കിളുക്കും. ഹല്ലേലൂയ. വിതച്ച വിത്തിനകത്ത് മഴ വരുമ്പോൾ കിളുത്തു വരുന്നത് പോലെ സമർപ്പിക്കപ്പെട്ട, തീരുമാനപ്പെട്ട, സമർപ്പിക്കപ്പെട്ട വചനം ഒരാത്മമഴയാൽ കിളിർത്തു. നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ചിലതിനോടൊക്കെ നിങ്ങൾ തീരുമാനമെടുക്കണം. ഈ വചനം ഒത്തിരി പറഞ്ഞാൽ ഇനി നിങ്ങൾ എത്രത്തോളം ഇതിനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. യോശുവയുടെ പുസ്തകത്തിൽ അതിൻ്റെ 24-ാം അധ്യായം, നിങ്ങൾക്കറിയാവുന്ന വാക്യത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ശുശ്രൂഷയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞ് യോശുവ ജനത്തെ മുഴുവൻ വിളിച്ചു, അല്ലേ? ജനത്തെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. പക്ഷെ മൈ ഡിസിഷൻ, ഞാനും എൻ്റെ കുടുംബവും തീരുമാനം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ ഇങ്ങനെ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും, നിങ്ങളുടെ പ്രതികരണമാണ് തീരുമാനം. ഉടനെ ശിഷ്യൻ, അവിടെയുള്ള മൂപ്പന്മാർ പറഞ്ഞു, അടുത്ത വാക്യം, ഓക്കെ. യോശുവ ഈ തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനത്തോട് കൂടെ ജനവും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ യഹോവയെ സേവിക്കും. കേട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ട് തീരുമാനം. അതിന്റെ 31-ാമത്തെ വാക്യം നോക്കി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. മതി. നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അന്ന് യോശുവയോട് കൂടെ തീരുമാനമെടുത്തവർ അവരുടെ ജീവകാലം മുഴുവൻ ദൈവത്തെ സേവിച്ചു. അവർ വരെയുള്ളൂ, ബാക്കി ഒരു വ്യക്തിയും സേവിച്ചില്ല. അടുത്ത അധ്യായങ്ങൾ തുടങ്ങും പറയുന്നു, ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു. അവിടെയാ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. എന്താണ്? ഒരു വ്യക്തി തീരുമാനമെടുത്തു, അതിൻ്റെ കൂടെ ഒരു ജനം തീരുമാനമെടുത്തു. തീരുമാനമെടുത്തവർ മരിക്കുന്നവരെയും തീരുമാനത്തിൽ നിന്നു, അല്ല നിർത്തി. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. ഇതൊരു വളരെ വലിയ കാര്യമാണ്. നിങ്ങളൊരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ സ്വർഗം ചലിക്കൂ.
ആ തീരുമാനത്തെ നിവർത്തിക്കാൻ പരിശുദ്ധാത്മാവിനെയും ദൂതനെയും ഓപ്ഷൻസുകളും തുറന്ന് ദൈവം നിങ്ങളെ സഹായിക്കും. അതുവരെ ആത്മമണ്ഡലം അടഞ്ഞിരിക്കും. ഇത് വചനമൊക്കെ നിങ്ങൾ കേൾക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ വെറുതെ പോകാനല്ല. തീരുമാനം, ഇനി എൻ്റെ ജീവിതം കർത്താവിന് ഞാൻ തരിക. ഇനി എന്നെ വന്നാൽ ഞാൻ കർത്താവിൻ്റെ പുറകെയാ. എന്നെ അതിനു വേണ്ടി തരുന്നു. ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നു, അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ജസ്റ്റ് ഈ വേർഡ് നിന്റെ അകത്ത് നിന്നുണ്ടാകണം. ഈ കേട്ട വചനം പോലെ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ദൈവം അടുത്ത സെക്കൻഡ് നിങ്ങളുടെ ഓപ്ഷൻ അല്ല, ദൈവത്തിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇതേ ഭാഗം കാണുന്നു. ഞാൻ ഈ ഭാഗം നിങ്ങളുടെ ഉള്ളിൽ, അത് ദാനിയേലിന്റെ പുസ്തകം എല്ലായിടത്തും തന്നെയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നു, അവിടുത്തെ ചക്രവർത്തി ഭരിക്കുന്ന കാലത്ത് നിർബന്ധമാണ് മദ്യം ഉപയോഗിക്കണം. ആമേൻ. വിലക്കപ്പെട്ട, ഇസ്രായേലിന് വിലക്കപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കണം. ഇസ്രായേലിന് എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കേട്ടോ, ഇസ്രായേലിന് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. പന്നിയെ കഴിക്കാൻ പറ്റത്തില്ല. ആമേൻ. ചെതുമ്പില്ലാത്ത മീനിനെ ഭക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു വലിയ ലിസ്റ്റ് തന്നെ അവർക്കുണ്ട്. ഇത് ഭക്ഷിക്കരുത്, ഇന്നത് കുടിക്കരുത്, ഇന്നത് കഴിക്കരുത്. ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. എന്നാൽ ഇവർ നിൽക്കുന്ന ചക്രവർത്തി കൊട്ടാരത്തിൽ അങ്ങനെയല്ല. എല്ലാം കഴിച്ചേ പറ്റൂ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വേണമെങ്കിൽ ഇവർക്ക് പറയാം, നിയമം ഇങ്ങനെയല്ലേ, അങ്ങനെ ആയേ പറ്റൂ. പക്ഷേ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവ്, ദാനിയേല്, 4 എബ്രായ ബാലന്മാർ പറഞ്ഞു, രാജാവ് തരുന്ന ഭക്ഷണം കൊണ്ട്, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവർ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. കേട്ടോ, ഒരാമയും പറഞ്ഞാട്ടെ. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. കൈകളെ ഉയർത്തി ആമയും പറഞ്ഞാട്ടെ. ഒരു തീരുമാനം അവരെടുക്കുകയാണ്, ഞങ്ങൾ അശുദ്ധമാകത്തില്ല. ആരുടെ കൽപ്പനയ്ക്ക് വിരോധം? ചക്രവർത്തിയുടെ കൽപ്പനയ്ക്ക് വിരോധം. തീരുമാനം. നിങ്ങൾ മിണ്ടുന്നില്ല. തീരുമാനം. ഈ 4 എബ്രായ ബാലന്മാർ മാത്രമല്ല, 3 ലക്ഷം പേരവിടെ ഉണ്ട്. 3 ലക്ഷം പേർക്കില്ലാത്തൊരു തോന്നൽ 4 പേർക്ക്. ഒരാമയും പറഞ്ഞാട്ടെ. 3 ലക്ഷം പേർക്കില്ലാത്തൊരു തോന്നൽ 4 പേർക്ക്. ബാക്കിയെല്ലാവരും അഡ്ജസ്റ്റഡാ. എന്നാ ചെയ്യണേ ബ്രദറെ? എങ്ങനെയല്ലേ ബ്രദറെ, ഇനി അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ബ്രദറെ? എല്ലാം നിയമല്ലേ ബ്രദറെ? കേട്ടില്ല. അഡ്ജസ്റ്റഡ് ആണ്. പക്ഷെ അതിൽ 4 പേര് പറഞ്ഞു, മൈ ഡിസിഷൻ, ഞങ്ങളുടെ ഡിസിഷൻ അശുദ്ധമാക്കത്തില്ല. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അവർ ആ തീരുമാനമെടുത്തു. അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ദൈവം തുറന്നു. ആരും മിണ്ടുന്നില്ല. അവർ ആ തീരുമാനമെടുത്തില്ലെങ്കിൽ ദൈവത്തിന് ഓപ്ഷൻ തുറക്കാൻ പറ്റില്ല. അവർ അവിടെ മലിനമാകും. ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ തീരുമാനമെടുത്തു. ദൈവം പുതിയ ഓപ്ഷൻ വെക്കുകയാണ്. 10 ദിവസത്തെ പരിശോധന. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ മറ്റുള്ളവരെക്കാളും ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. എത്രവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? തീരുമാനം സൗന്ദര്യത്തെ കൊണ്ടുവരുന്നു. തീരുമാനം മറ്റുള്ളവരെക്കാൾ അവരെ പ്രബലരാക്കുന്നു. ഹല്ലേലൂയ. രാജാവ് അവർക്ക് വേണ്ടി നിയമം തിരിച്ചു. നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ. എത്രവർക്ക് ആമേൻ പറയും? ഒരു തീരുമാനത്തിന് മുമ്പിൽ ചക്രവർത്തിയുടെ തീരുമാനം വരെ തിരിയുകയാണ്. അതിന്റെ അർത്ഥം നിന്റെ ഒരു യെസ്, നിന്റെ ഒരു നോ, അതിനുവേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്ത
മൂന്നാമത്തെ അധ്യായം. തീച്ചുള ഒരുക്കുന്നു. 3 പേര് പറയുന്നു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, വിടുവിച്ചാലും ഇല്ലെങ്കിലും ഡിസിഷൻ ഉറച്ചു നിൽക്കുന്നു. അവിടെയാണ് തീയുടെ നടുവിൽ 4-മൻ. അത്ഭുതങ്ങൾ കാണണോ? അടയാളങ്ങൾ കാണണോ? അതിശയങ്ങൾ കാണണോ? തീരുമാനം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാൻ ദാനിയേൽ തയ്യാറല്ല. ഹല്ലേലൂയ. അവൻ യെരൂശലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നു. മൈ ഡിസിഷൻ. എന്താ സംഭവിക്കുന്നത്? സിംഹത്തിന്റെ വാ അടയുക. എന്താ ഞാൻ ഈ പറഞ്ഞു നിർത്തുന്നത്? ഞാൻ എന്താണ് നിങ്ങളെ ഓർപ്പിച്ചു നിർത്തുന്നത്? വചനം കേട്ടു പോകരുത്, വചനം വായിച്ചു പോകരുത്. ഹല്ലേലൂയ. അങ്ങനെ പോയാൽ അതെല്ലാം പൊതിയാത്ത തേങ്ങ പോലെ ഇരിക്കും. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ ആ വചനം കേട്ടിട്ട് നിങ്ങളെ വിട്ടുകൊടുത്ത് ഒരു തീരുമാനമെടുത്തോ, കണ്ണ് തുറക്കുന്ന വേഗതയിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. സ്തോത്രം, സ്തോത്രം. എല്ലാവരും ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ ദൂതിനകത്ത് നിന്ന് ഞാൻ ഉദ്ദേശിച്ച സാരാംശം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. മൈ ഡിസിഷൻ. ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇനി ജാതികളുടെ സുവിശേഷം പറയും. ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. സ്തോത്രം. കൊന്നാലും യെരൂശലേമിലേക്ക് പോകും. അവനെ തിരിക്കാൻ പറ്റത്തില്ലെന്നുള്ള അറിഞ്ഞപ്പം കഴുത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം അവൻ തീരുമാനമെടുത്താൽ പുറകോട്ടില്ല. ആമേൻ പറയാൻ പറ്റുന്നവർ ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. യെരൂശലേമിൽ അവൻ മരിച്ചില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. യെരൂശലേമിൽ അവൻ മരിച്ചില്ല. യെരൂശലേമിൽ നിന്ന് രാജാവിനെ കൊണ്ടുപോകുന്നത് പോലെ അവനെ റോമിൽ എത്തിച്ചു ദൈവം. ചിലപ്പോൾ നിന്നെ പിന്തിരിപ്പിക്കുന്ന ദൂതുകൾ വരെ ഉണ്ടാകാം. നിന്റെ തീരുമാനത്തിൽ നീ മാറല്ല. ഹല്ലേലൂയ. വചനം കേട്ടു പോകല്ലേ. വചനം വെറുതെ കേട്ട് നല്ലൊരു മെസ്സേജ് ആയിരുന്നു ബ്രദർ, അല്ലാതെ അത്ര ഒത്തില്ല. എനിക്കിന്നത് ഒക്കാൻ വേണ്ടിയൊന്നുമല്ല പ്രസംഗിക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ ബ്ലസ്ഡ് ആകണം. എനിക്കത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വലിയ മർമ്മങ്ങളൊക്കെ തന്ന് നിങ്ങളെ ഇങ്ങനെ സ്ഫോടകമാക്കണമെന്നൊന്നുമല്ല എൻ്റെ ആഗ്രഹം. നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന റൂട്ടിൽ അനുഗ്രഹത്തിലേക്ക് കയറണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അസാധ്യമായ വചനമാണെങ്കിലും, നിങ്ങളെ കൊണ്ട് കഴിയാത്ത വചനമാണെങ്കിലും, ആ വചനം അങ്ങനെ പറയുന്നെങ്കിൽ പറയണം, ഞാൻ അതിന് മുമ്പിൽ തീരുമാനമെടുക്കുന്നു. ഓരോ വചനം കേൾക്കും പറയണം, ഞാൻ തീരുമാനിക്കുന്നു അങ്ങനെ ജീവിക്കാൻ. കേട്ടില്ല? അങ്ങനെ ജീവിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 3 അല്ലെങ്കിൽ 4 ഏതെങ്കിലും ഒരു അധ്യായം വായിച്ചേ. പെട്ടെന്ന് വായിച്ചേ. ഏതെങ്കിലും ഒരു അധ്യായം. അല്ലെ അധ്യായം 1 തൊട്ടോ എവിടെ തൊട്ടോ എങ്ങനെയല്ലോ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ 5-ാം അധ്യായം വായിച്ചു. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ ദൈവത്തെ ആ വാക്യങ്ങൾക്ക് പറയണം, കർത്താവേ അങ്ങനെ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഒന്നുകൂടെ വായിച്ച മോനെ. പ്രിയമക്കൾ എന്ന പോലെ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ദൈവത്തെ അനുകരിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. എനിക്ക് കഴിയത്തില്ലെങ്കിലും അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച്
നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. കർത്താവേ, സ്നേഹത്തിൽ നടക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. നിങ്ങൾ എന്താ ആമേൻ പറയാത്ത? തീരുമാനമെടുക്കുന്നു സ്നേഹത്തിൽ നടക്കാൻ. ഉറക്കെ പറ, തീരുമാനമെടുക്കുന്നു. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ദുർനടപ്പും യാതൊരു അശുദ്ധിയും നിങ്ങളുടെ ഇടയിൽ അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയാൻ പോലും അരുത്. അരുത്. കർത്താവേ, ഈ വചനം പ്രകാരം ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. കർത്താവെ, അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവയൊന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. കേൾക്കുമ്പോ പറയുന്നു, കർത്താവെ, അങ്ങനെ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും അതുകൊണ്ട് കർത്താവേ, അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ തീരുമാനമെടുക്കുന്നു. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. വ്യർത്ഥ വാക്കുകൾ പറയാൻ എന്നെ അനുവദിക്കരുതേ. അതിനുവേണ്ടി എൻ്റെ നാവുകളെ ദൈവസന്നിധിയിൽ കൊടുത്ത് ദൈവത്തിന്റെ നാവാകാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. കേട്ടോ, ഇതാ ഞാൻ പറഞ്ഞേ. ഈ വചനം കേട്ടിട്ട് നിങ്ങളെ കൊണ്ടാകോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കരുത്. ആ വചനം വിശ്വസിക്കണം, തീരുമാനമെടുക്കണം. അടുത്തത്, ആ വചനത്തിന് മുമ്പിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ മേൽ അപ്ലൈ ചെയ്യാൻ ഹോളി സ്പിരിറ്റും ദൂതനും കൃപയും ചലിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ആ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന, ഏത് വചനം കേൾക്കുമ്പോഴും ഏത് പ്രസംഗം കേൾക്കുമ്പോഴും തീരുമാനം, മൈ ഡിസിഷൻ. കർത്താവേ, ആ വചനം പോലെ എന്നെ തരുന്നു, അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു, എന്നെ സഹായിക്കണമേ. ആമേൻ. എത്ര പേർക്ക് ഈ വചനം ബലപ്പെട്ടു? അതുകൊണ്ട് ഇനി ഇവിടെ വെളിപ്പെടുന്ന ഒരു വചനവും പോകരുത്. അത് നിങ്ങൾക്ക് 60 100 മേനി ഫലം ഉണ്ടാകട്ടെ. എന്നെ വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം നഹോമിക്കും ബോവസിനും അതുപോലെ നിങ്ങൾ തീരുമാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അതുവഴി നടത്താൻ പരിശുദ്ധാത്മാവും ദൂതന്മാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങും. കേട്ടില്ല? ഇതാണ് നിങ്ങളിലുള്ള കൃപയെ യൂസ് ചെയ്യണം, ദൂതന്മാരെ യൂസ് ചെയ്യണം, ഹോളി സ്പിരിറ്റിനെ യൂസ് ചെയ്യണം. പരിശുദ്ധാത്മാ എന്നെ സഹായിക്കണം നോക്കുമ്പോൾ പരിശുദ്ധ എന്നത്തിന് എന്നെ സഹായിക്കണം. കേട്ടില്ല? വന്നില്ല. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. കർത്താവ് ചോദിക്കുന്നത് എന്തിന്? ദൂതന്മാരെ ഇറങ്ങണം. എന്തിന്? അവർക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? ആരുമില്ല. മനസ്സിലായില്ല? ജോലി വേണ്ടേ? അല്ല, ചുമ്മാ ഇവിടെ വന്നിരുന്നിട്ട് പുള്ളി കണ്ടിട്ട് ചിരിച്ചു കാണിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവൻ ചോദിക്കും എന്ത്? അപ്പോഴാണ് ഈ വചനം അവൻ സമർപ്പിച്ചു. അവൻ തീരുമാനമെടുക്കണം, അതിനുവേണ്ടി റൂട്ട് വെട്ടണം, അതിനുവേണ്ടി പാതകൾ നിരപ്പാക്കണം, അതിനുവേണ്ടി കഥകൾ തുറക്കണം. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. രാമൻ പറയുന്നു പ്രൈസ് ഗാഡ്. അതിനുവേണ്ടി താമരക്കഥകളും ഇരുമ്പോടാമ്പലുകളും ദൈവം ഖണ്ഡിക്കും. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും അതിനുവേണ്ടി വെളിപ്പെടുത്തും. അറിയാതിരിക്കുമ്പോൾ അരമുറുക്കും, ശക്തി കൊണ്ട് നിന്നെ മുറുക്കും, നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിക്കും. സ്വത്രം, സ്വത്രം. ഇങ്ങനെ വരുമ്പോഴേ ക്രിസ്ത്യ ജീവിതം ഈസി ആകത്തുള്ളൂ. അതിന്റെ അർത്ഥം ഇത് ഈസിയാണെന്നല്ല, പിന്നെ നീ ഡയറക്ഷൻ കെട്ട് ചലിക്കുക. അവിടെയാണ് പ്രയർ ഡീപ്പാകുന്നത്. നീ ചോദിക്കും എങ്ങനെ പോണം, എതുവഴി പോണം? നയിക്കണേ, ശുദ്ധാത്മ നയിക്കണേ. പോരാ, നയിക്കണേ.
വിശുദ്ധാത്മാ സഹായിക്കണേ. എൻ്റെ തീരുമാനത്തിൽ നിൽക്കാൻ എന്നെ സഹായിക്കണേ. എൻ്റെ തീരുമാനത്തെ തുടരാൻ എന്നെ സഹായിക്കണേ. പോരാ, ഹല്ലേലൂയ, സഹായിക്കണേ. അവിടെ ഡോറുകൾ തുറന്നു വരും. നിങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ തിരിയും. നിങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ തിരിയും. ഈ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനും പല അർത്ഥങ്ങളുണ്ട്. നിരൂപണങ്ങൾ, മറ്റൊരു കാര്യമുണ്ട് പ്ലാൻ. സദൃശവാക്യത്തൊരു കാര്യമുണ്ട്, പ്ലാൻ ചെയ്യാത്ത ഒന്നും നടക്കുന്നില്ല. ആലോചന ചെയ്യാതെ ഒന്നും നടക്കുന്നില്ല. ആലോചന ഉണ്ടെങ്കിൽ ആലോചനയുടെ ബഹുത്വത്താൽ കാര്യങ്ങൾ ഈസിയാകും. പ്ലാൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ഈ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനാണ്. കേട്ടില്ല? പറഞ്ഞാട്ടെ, ഒരു പ്ലാനാണ്. ആ പ്ലാൻ ഇല്ലാതെ ഒന്നും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ദൈവം മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് തീരുമാനം എടുക്കാൻ പറ. യോശുവയെ പോലെ പറ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിക്കുന്നു. ദൈവവചനം അനുസരിക്കാൻ തീരുമാനിക്കുന്നു. കർത്താവിൻ്റെ വേല ചെയ്യാൻ തീരുമാനിക്കുന്നു. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു. ചേർന്ന് പറഞ്ഞേ, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ. ഓ നിങ്ങളെല്ലാവരും ഈ തിരുവചനത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, തുടർന്നുള്ള ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കും. പറ, ചില വാക്ക് പറ. നടക്കുന്ന കാര്യം, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. നിന്റെ വീട്ടിലൊരു അഭിഷക്തനെ എഴുന്നേൽക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുക. നിന്റെ തലമുറകൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഒരു തീരുമാനം എടുക്കുക, സമർപ്പിക്കുക. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ആൺതലമുറയെ തരികയാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വേലയ്ക്ക് തരും. എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൺ തലമുറയെ കിട്ടിയാൽ അവനെ നിന്റെ വേലയ്ക്ക് വേണ്ടി തരും. അതിനുവേണ്ടി സമർപ്പിച്ചു. ഒരു തീരുമാനമാണ് ഇവിടെ നിൽക്കുന്നത്, ഒരു സമർപ്പണമാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും അതിനുള്ള വലിയ കഴിവും സാധ്യതയും സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർക്കൊരു തീരുമാനം, യെസ്, ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൽ കാണണം, വേലയിൽ കാണണം. കർത്താവ് ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കുന്നു. തീരുമാനം. ഇന്നിവിടെ നിന്ന് ചില തീരുമാനം യേശുവിൻ്റെ നാമത്തിൽ എടുത്താട്ടെ. ഹൗറാ ബാബാ ബാബാ. എൻ്റെ പ്രസംഗം നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് തന്നു. എത്ര എൻകൗണ്ടറുകൾ നടന്നാലും, എത്ര തിരുത്തലുകൾ നടന്നാലും, എത്ര ഉള്ളം കത്തിയാലും, എത്ര 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 അത്ഭുതങ്ങൾ കണ്ടാലും, എത്ര വാഴ്ത്തലുകൾ നടന്നാലും, കണ്ണുകൾ തുറന്നാലും, നീ ഒരു തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ നിനക്കൊരു തിരിവില്ല,
നിനക്ക് മാളിക മുറിയിൽ കയറാൻ പറ്റത്തില്ല. പക്ഷെ നീ തിരികെയാണെങ്കിൽ, നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ, സംതിങ് സ്പെഷ്യൽ. 120 ഒരാളാണ് നീ. ആരൊക്കെയോ ദൈവം ഇന്ന് തൊടുന്നു. എത്ര പേർ ഈ വചനത്തിന് മുമ്പിൽ സ്വീകരിക്കാൻ തയ്യാറാണ്, ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. ജോലിയോടുകൂടെ അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ അതിനൊരു തീരുമാനം എടുക്കും. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നവർ പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. താമസിച്ച് വരരുത്. അതൊന്ന് തീരുമാനം